सर्वं कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा പവനപുരേശൻ की जय। ഗുരുവായൂർ മഞ്ജരീസിന്റെ കൃഷ്ണയാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്തോഷേട്ടാ. ജയ് ഗുരുദേവ്. ചെന്നൈയിൽ ഇപ്പം മഴക്കാലമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇന്നൊക്കെ മഴയുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഇപ്പം ഇങ്ങനൊരു ശാന്തമായിട്ട് നിൽക്കുന്നുണ്ട്. ലൈവിൽ എത്ര പേര് വന്നു എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ഒന്ന് കമൻസ് ഇടുമോ? ഇന്നൊരു 2-3 മിനിറ്റ് വൈകി. കുറച്ച് രാവിലെ മുതലേ ഞാനിങ്ങനെ എന്താ പറയുക, ഡബ്ബിങ്, പിന്നെ ക്ലാസ്, പിന്നെ മെസ്സേജ് നോക്കൽ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. രഹന മാതാജി, ഹരേ കൃഷ്ണ. കൺഗ്രാറ്റ്സ്, മാതാജിയുടെ അമ്മയായി വീണ്ടും. ഹരേ കൃഷ്ണ. ഒരുപാട് സന്തോഷം ഗുരുവായൂർ മഞ്ജരീസിന്. ഒത്തിരി സന്തോഷം മാതാജി. മാതൃത്വം എന്ന് പറഞ്ഞാൽ നിർവചിക്കാനാവാത്ത ഒരു മഹാസാഗരമാണ് അല്ലേ? വലിയ സന്തോഷം. എല്ലാ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. കുഞ്ഞിനെ നല്ല ഒരു എന്താ പറഞ്ഞാൽ തികഞ്ഞ സ്വാത്വിക ബുദ്ധിയോടുകൂടി ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ളൊരു കൃഷ്ണഭക്തനോ കൃഷ്ണഭക്തയോ ആക്കി മാറ്റുക. ഓക്കെ, ഹരേ കൃഷ്ണ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗുരുവായൂർ മഞ്ജരീസിനൊരു കുഞ്ഞാവ വന്നിരിക്കുന്നു. ഹരേ കൃഷ്ണ. 53 ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കുറേ പേർക്ക് ലൈവ് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല. ഗ്രൂപ്പിലേക്ക് ആഡ് ആവാൻ താല്പര്യമുള്ളവർ ഗുരുവായൂർ മഞ്ജരീസിൻ്റെ 9342494941 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ യൂട്യൂബിലൂടെയാണോ നിങ്ങൾ കാണുന്നത്, ഫേസ്ബുക്കിലൂടെയാണോ നിങ്ങൾ കാണുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് തരാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെ ലിങ്ക് അതിലും വരും, യൂട്യൂബിൻ്റെ ലിങ്ക് യൂട്യൂബിൻ്റെ ഗ്രൂപ്പിലും വരും. ഈസി ആയിട്ട് ഒരു ക്ലാസ് പോലും മിസ്സാവാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. 55 പേരായല്ലേ ഇന്നത്തെ ദിവസം. ഞാനിനി 55, നമുക്ക് പൊതുവേ 100ൻ്റെ അടുത്താണ് ആൾക്കാർ വരിക. 55ൻ്റെ മുകളിലോട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അറിയില്ല പലർക്കും ക്ലാസ് തുടങ്ങുന്ന കാര്യം. അവരൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിൽ പോയി തപ്പി നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ തപ്പി നോക്കി പാവങ്ങൾ കണ്ടുപിടിച്ച് മാതാജി ക്ലാസ് 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 എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട്. ഹരേ കൃഷ്ണ അമ്മേ, ഹരേ കൃഷ്ണൻ പ്രഭു.
പിന്നെ നമ്മുടെ അജിത് പ്രഭുവിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജിത് പ്രഭുവിന് എന്തോ ഒരു എന്താ പറയുക, കണ്ണൂരൊക്കെ നല്ല മഴയാണല്ലേ, സൂക്ഷിക്കും കേട്ടോ എല്ലാവരും. അജിത് പ്രഭുവിന് എന്തോ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അത് ചെയ്യണ്ടാന്നോ മറ്റോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നില്ലേ നമ്മുടെ ഗ്രൂപ്പിൽ. ഇപ്പം നാളെയാണ് അത്രേ അതിൻ്റെ ടെസ്റ്റിനോ മറ്റോ പോകേണ്ട കാര്യം. അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ കുടുംബത്തിലൊരാളാണ്. നമ്മുടെ ഈ കുടുംബത്തിൽ ആർക്ക് എന്തൊരു വിഷമം ഉണ്ടായാലും അത് നമ്മുടെ സ്വന്തം വിഷമം തന്നെയാണ്. എന്നാൽ കഴിയുന്ന രീതിയിൽ പരമാവധി അതിലേക്ക് ഇറങ്ങി തിരിച്ച് പ്രാർത്ഥന കൊണ്ടെങ്കിൽ പ്രാർത്ഥന കൊണ്ട്, അല്ലാത്ത എന്തെങ്കിലും അവസ്ഥകളിലൂടെ ആണെങ്കിൽ അങ്ങനെ നമ്മളെല്ലാവരും ഒരു കുടുംബമായി സ്നേഹത്തോടെയും ഐക്യത്തോടും കൂടി നിങ്ങൾക്ക് വേണ്ട സഹായം എത്തിക്കാൻ പരമാവധി ഞാൻ ശ്രമിക്കുന്നു. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമേ അത് പ്രാർത്ഥനയിലായാലും എന്തിലായാലും നമുക്ക് എല്ലാ രീതിയിലും എല്ലാവരെയും സഹായിക്കാൻ പറ്റൂ. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ സമ്പാദിച്ച സ്വത്തോ പണമോ ഒന്നും കൊണ്ടുപോകില്ല. നമ്മൾ സമ്പാദിച്ച നല്ല പേര്, നമ്മൾ ചെയ്ത നല്ല നല്ല പുണ്യപ്രവർത്തികൾ, നമ്മൾ കൊടുത്തിട്ട് പോകുന്ന സ്നേഹം, ഇതൊക്കെ തന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ളൂ, മറ്റൊന്നുമില്ല. ഓക്കെ. നിത്യ മാതാജി, സുജാത മാതാജി വിളിച്ചപ്പോൾ ഞാൻ സ്റ്റുഡിയോയിലായിരുന്നു, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം അതൊക്കെ തന്നെ ചക്കരേ അതൊക്കെ തന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നല്ല ധാർമ്മിക ബോധമുള്ളവരായിട്ട് നിൽക്കുക. മുൻപൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ബോർഡറിൽ നമ്മളുടെ നല്ല ഉറക്കത്തിനായിട്ട്, നമ്മുടെ സ്വാതന്ത്ര്യത്തോടു കൂടി ആ ഒരു നല്ല ജീവിതത്തിനായിട്ട് നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒത്തിരി മിലിറ്ററി എംപ്ലോയീസ് ഉണ്ട്. അവർക്ക് വേണ്ടിയുമൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. രോഗാരിഷ്ടതകൾ ബാധിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളുടെ ചിന്തകളിലും വാക്കിലും പ്രവൃത്തിയിലും എപ്പോഴും നമ്മൾ കൃഷ്ണാവബോധം സൂക്ഷിക്കുക. മാക്സിമം ക്ലാസ്സുകൾ കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. അത് ജ്യോതി മാതാജി എന്നോട് ഇന്നൊരു കംപ്ലൈൻറ്റ് പറഞ്ഞു, മാതാജി ലൈവിൽ വരുമ്പം ഇങ്ങനെ ഡെസ്പായിരിക്കരുത്. എനിക്കങ്ങനെ ഡെസ്പാവാനുള്ളൊരു കാരണങ്ങളും ഇല്ല. പിന്നെ കുറച്ച് വർക്കിൻ്റെ ഒക്കെ കുറേ ടെൻഷൻ, കാരണം അറിയാമല്ലോ രാവിലെ ഡബ്ബിങ്ങിന് പോകുന്നു, അത് കഴിഞ്ഞപ്പോൾ ഡിസോർഡറായി പോകുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ നല്ല ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോൾ ഗ്രൂപ്പ്സൊക്കെ ആഡ് ചെയ്യണം. അതുപോലെ ഡബ്ബിങ്ങിന് ഇപ്പോൾ ഞാൻ ഇതുവരെ ചെയ്ത സ്റ്റുഡിയോയിലല്ല ചെയ്യുന്നത്, വേറൊരു സ്റ്റുഡിയോയിലാണ് ഡബ് ചെയ്യുന്നത്. അപ്പം ആ ടൈമിൻ്റെ ഒരു പ്രശ്നം എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നേരത്തെ ആണെങ്കിൽ അവിടുത്തെ സൗണ്ട് എഞ്ചിനീയേഴ്സിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മളുടേതായ ഒരു ടൈമിന് എനിക്ക് മെല്ലെ കയറി ചെന്ന് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് വരാമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അവിടുന്ന് ടൈം ഷെഡ്യൂൾ കിട്ടുന്നു, അതിനനുസരിച്ച് പോകേണ്ടി വരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു കാരണം സ്റ്റുഡിയോസൊക്കെ ഓരോ പ്രൊജക്റ്റ് തീർക്കാനും വേണ്ടി റെൻറ്റിനെടുക്കുന്നത് ഹവേഴ്സിന് പേയ്മെൻറ്റ് വെച്ചിട്ടാണ്. ഓരോ ഹവേഴ്സ് ടു പേയ്മെൻറ്റ് വെച്ചിട്ടാണ് സ്റ്റുഡിയോസൊക്കെ റെൻറ്റിനെടുക്കുന്നത്. അപ്പം നമ്മളുടെ മണിക്കൂറുകൾക്കാണ് അവർ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പം മാക്സിമം നമ്മളുടെ ചിന്തകളൊന്നും വേറെ എങ്ങോട്ടും സ്കിപ്പായി പോകാതെ നമ്മൾ മാക്സിമം കറക്റ്റായിട്ട് തന്നെ അവർക്ക് ആ ഒരു 1 hour 2 hour ആണ് നമ്മൾക്ക് വേണ്ടി അവർ പേ ചെയ്യുന്നതെങ്കിൽ ആ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ വർക്ക് തീർത്ത് കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വരുമ്പം എനിക്ക് ആകെപ്പാടെ ഒരു ടെൻഷനാണ്. പിന്നെ ഞാൻ അവിടെ സ്റ്റുഡിയോൻ്റെ അകത്തിരിക്കുമ്പം പുറത്ത് മഞ്ജരീസിൻ്റെ കോൾസ് വരും. അപ്പോൾ ബിന്ദുമ്മ ഫോൺ എടുക്കും. അപ്പം അത് എന്ത് എമർജൻസി കോൾസാണെന്ന് നമുക്ക് അറിയുന്നില്ല. അങ്ങനത്തെ പല ചിന്തകൾ പോകുമ്പോൾ എനിക്ക് ആ വർക്കിൻ്റെ ഇടയിൽ എൻ്റെ മൈൻഡ് അപ്സെറ്റ് ആവും. അയ്യോ എന്താണാവോ എന്താണ് നമുക്കറിയില്ലല്ലോ. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇതായിരുന്നു, വേറെ ഒന്നുമില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ വർക്ക് ഇങ്ങനെ തീർന്നു വരുന്നു. അപ്പം ആ ഒരു സമാധാനമുണ്ട്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും സമാധാനവും സന്തോഷവും പ്രശസ്തിയും കീർത്തിയും യശസ്സും സാമ്പത്തിക ദുരിതങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനവും എല്ലാം ഗുരുവായൂരപ്പൻ കൊടുക്കട്ടെ. കിച്ചൂട്ടൻ നാൾക്ക് നാൾ നിങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയട്ടെ. എവിടെ ഇരുന്ന് എങ്ങനെ ഇരുന്ന് എപ്പോൾ ഇരുന്ന് പ്രാർത്ഥിച്ചാലും കിച്ചൂട്ടൻ സമീപസ്ഥനാണ്. ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും മഹാഭാരതത്തിലെല്ലാം ഭഗവാൻ ഒരുമിച്ച് ഒരുപോലെ പറയുന്നു, സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. സുഖദുഃഖ സമ്മിശ്രമായിരിക്കുന്ന ഈ ജീവിതത്തിൽ സമചിത്തതയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണുക. ഓക്കെ. ഞാൻ ഈ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആകെ ടെൻഷനാണ്. ഞാനിങ്ങനെ അവിടെ സൗണ്ട് എഞ്ചിനീയേഴ്സിൻ്റെ മുഖത്തേക്ക് നോക്കാൻ തുടങ്ങും. അപ്പോൾ അവരെന്നോട് പറയും, ഓ മാതാജി നിങ്ങൾക്ക് പോണമല്ലേ എന്ന് ചോദിക്കും, മലയാളം പകുതി ഭാഷയിൽ. ഞാൻ പറയും, ഇല്ല സർ എനിക്ക് കൊഞ്ചം ബിസി ഇൻ ദ ടൈം മട്ടും എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ചാടി ഇറങ്ങും. അപ്പോൾ പിന്നെ വേഗം എനിക്ക് ഇവിടെ എത്താൻ പറ്റുമല്ലോ. അങ്ങനെ കാരണം ക്ലാസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു ഇതാണ്. ഗ്രൂപ്പിൽ ആഡ് ആയിട്ടില്ല. ഗ്രൂപ്പിൽ ആഡ് ആവാത്തവരൊക്കെ മഞ്ജരീസ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടോളൂ, ഞാൻ ആഡ് ചെയ്തരാം. ഓക്കെ. അതാകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലിങ്ക് കറക്റ്റായിട്ട് അതിൽ വരും. പിന്നെ നമുക്ക് പോകാം. താങ്ക് യു ചന്ദ്രശേഖരൻ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്.
ഇനിയും കുറേ മെസ്സേജ് നോക്കാനുണ്ട് മാതാജി. എനിക്ക് തോന്നുന്നു ഒരു 527 മെസ്സേജോ മറ്റോ നോക്കാനുണ്ട്. 4000 മെസ്സേജിൽ 527 500 അങ്ങനെ സംതിങ് കുറച്ച് മെസ്സേജും കൂടെ ഉണ്ട്. അതും കൂടെ നോക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കംപ്ലീറ്റ് മെസ്സേജും കഴിയും. അപ്പോൾ പിന്നെ എല്ലാവരും ആഡ് ആവും. ഓക്കെ, അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കും കേട്ടോ. നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? അപ്പം പതിവ് പോലെ ചെയ്യാം ലക്ഷ്മി മാതാജി. പതിവ് പോലെ വീണ്ടും പറയുന്നു, ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 93 42 49 41. ഓക്കെ, ഗുരുവായൂർ മഞ്ജരീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആവാൻ താല്പര്യമുള്ളവർ, നിങ്ങൾ യൂട്യൂബിലൂടെയാണോ ഫേസ്ബുക്കിലൂടെയാണോ ക്ലാസ്സുകൾ കാണുന്നത് എന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും കൂടി ടൈപ്പ് ചെയ്ത് 93 42 49 49 41 എന്ന നമ്പറിലേക്ക് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് തരിക. ഞാൻ നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും. ദിവസേന ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ക്ലാസ് ടൈം രാവിലെ 7:30 ഭഗവത്ഗീത പ്രഭാത മഞ്ജരിയിലൂടെ, ചില ദിവസങ്ങളിൽ മാത്രം രാവിലെ 10 മണിക്ക്. കൺഫേം ചെയ്യാൻ ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഫേസ്ബുക്ക് പേജിലും വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയിലേക്കും ചെക്ക് ചെയ്യുക. വൈകുന്നേരം രാത്രി 8:30 മണിക്ക് മഹാഭാരതം ക്ലാസ്. മഹാഭാരതം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുരാണങ്ങൾ, ഒപ്പം തന്നെ വേദങ്ങൾ. ഓക്കെ, ഹരേ കൃഷ്ണ. മാക്സിമം ലൈവ് ഷെയർ ചെയ്യുക. ക്ലിയർ? ഒരു അനൗൺസ്മെന്റ് ചെയ്ത പ്രതീതി അല്ലേ? അതാണല്ലോ ജോലി. അപ്പൊ പിന്നെ അങ്ങനെയല്ലേ വരൂ. ഹരേ കൃഷ്ണ. ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ദിവസം പഠിച്ചൊക്കെ ആരുടെയെങ്കിലും തലയിലുണ്ടോ? പറഞ്ഞ് എനിക്ക് എൻ്റെ തലയിലില്ല. അപ്പോൾ കേട്ട നിങ്ങൾക്ക് അത്രയും ഉണ്ടാവില്ല. മഴയുടെ കാര്യം പറഞ്ഞിട്ടേ ഉള്ളൂ. ആരാണ് കേരളത്തിൽ നിന്ന് മഴേനെ ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത്? എന്തിനാണ് മഴ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്? എൻ്റെ തുണി ഉണങ്ങാതിരിക്കാനാണോ? ഞാനൊരു 5 ദിവസത്തെ തുണിയെല്ലാം കൂടെ കഴുകി മേലെ വെച്ചിട്ടുണ്ട്. ഇപ്പം അതെല്ലാം കൂടെ വെള്ളത്തിൽ ഒലിച്ച് പോയി കാണും. തുടങ്ങാം അപ്പം. ആഹാ, ലേഖ മാതാജി ഗുരുവായൂർ മഞ്ജരീസിൻ്റെ പേരിൽ ഒരു പാൽപ്പായസം ഷീറ്റാക്കും. വാട്സപ്പിൽ എനിക്ക് അയച്ചൊരു സ്ലിപ്പ് ഞാൻ പേയ്മെൻറ്റ് ഇട്ടുതരാം. ഓക്കെ, ഉറപ്പായിട്ടും ഉണ്ട് കൃഷ്ണൻ പ്രഭു. കുറേ പേരുടെ മാല ചാർത്താനുണ്ട് കേട്ടോ. ചാർത്താം. കിച്ചൂടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മാല കൊണ്ടൊരു കളിയായിരിക്കും കിച്ചൂട്ടന്. ഇനി ഏകദേശം എനിക്കൊന്ന് ഡിസംബർ ഒരു 5-6 വരെയൊക്കെ കിച്ചൂട്ടന് മാല ഫില്ലാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇപ്പോൾ വിട്ടുപോയ ഗ്യാപ്പും കൂടെ ചേർത്തിടുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഫില്ലായിരിക്കും. ഞാൻ ഇന്ന് മെസ്സേജ് ഇട്ടു ആ പ്രഭുജിക്ക്, എന്തായി നമ്മുടെ കിച്ചൂട്ടൻ്റെ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട്. അവരിങ്ങനെ പറഞ്ഞു മാക്സിമം ഫാസ്റ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ഫാസ്റ്റാക്കിയിട്ട് കിച്ചൂട്ടനെ കൊണ്ടുവരണം. അപ്പൊ നമുക്ക് ആത്മസംയോഗ യോഗം, ധ്യാന സാധന, ഇതാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? അതിന്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ നമുക്ക് മാലാഭിഷേകമാണ് കിച്ചൂട്ടന്. സത്യം, ആത്മസംയോഗ യോഗത്തെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം അല്ലേ? അതൊന്നും കുഴപ്പമില്ല ജ്യോതി മാതാജി, സമയമുണ്ടല്ലോ, പയ്യെ അയച്ചാൽ മതി, ഒന്നും വിഷയമല്ല കേട്ടോ. ആദ്യം കാര്യങ്ങൾ നടക്കട്ടെ, ഒന്നും പ്രോബ്ലം ഇല്ല. ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് ചെയ്തോളാം, ഒന്നും വിഷയമില്ല. ഓക്കെ, പിന്നെ കുറേ പേർക്ക് ഞാൻ സാധനങ്ങളുടെ ബില്ലിട്ട് കൊടുക്കാനുണ്ട്. ഒന്നും ടെൻഷൻ അടിക്കേണ്ട. ഞാൻ ബോംബെയിലൊക്കെയുള്ള പേയ്മെൻ്റ് ഒക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുമ്പോൾ പയ്യെ അയച്ചാൽ മതി, ഒന്നും ധൃതിയില്ല. ഞാനും കുറേ തിരക്കുകളിലായതുകൊണ്ടാണ് ബില്ലൊന്നും ഇട്ടരാത്തത്. 2 മാസം 3 മാസം മുമ്പേ ഒക്കെയുള്ള ബില്ലൊക്കെ തരാനുണ്ട്. ഞാൻ മറന്നതല്ല, ഞാൻ പയ്യെ തരാം. ഇനി അതാരും അയ്യോ മാതാജി ഇട്ടില്ലല്ലോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഞാൻ ഇവിടുന്ന് പേയ്മെൻറ്റ് എടുത്തിട്ടെല്ലാം സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് ആത്മസംയോഗ യോഗം, ധ്യാന സാധന. ഒരു കാര്യം ചെയ്യാം, അതിൻ്റെ ഒരൊറ്റ പാരഗ്രാഫേ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുള്ളൂ. അത് അറൗണ്ട് ഒരു 1 2 3 പാരഗ്രാഫോളുണ്ട്. ഉറപ്പായിട്ടും വസന്താമ്മേ. അപ്പം നമുക്ക് ഒന്നും കൂടെ അത് സ്റ്റാർട്ടിങ് മുതലെടുക്കാം. ആത്മസംയോഗ യോഗം എന്താണ്? ഈ ആത്മസംയമ യോഗം എന്ന് പറഞ്ഞാൽ, സംയോഗമല്ല കേട്ടോ, സംയമ. എന്താണ് ആത്മസംയമ യോഗം? ധ്യാന സാധന. ഇതെന്താന്ന് നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ പഠിക്കാം. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ മാരാറിൻ്റെ, ഗുരുവായൂർ മഞ്ജരീസിൻ്റെ മാരാരുടെ സിസ്റ്ററിൻ്റെ കല്യാണ നിശ്ചയമാണ് നാളെ മറ്റന്നാളുമായിട്ട്. മാരാർക്ക് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ മാരാറിൻ്റെ ഈ പേഴ്സണൽ കാര്യം ലൈവിലൂടെ പറയുന്നതിൽ ആരും ഒന്നും വിചാരിക്കരുത്. ഞാൻ ഇന്നാണ് അതേക്കുറിച്ച് അന്വേഷിച്ചത്. ആ കുട്ടി ടെമ്പററി ആയിട്ട് എവിടെയോ ഒന്ന് ജോലിക്ക് പോകുന്നു. എവിടെയാണെന്നുള്ളത് എനിക്ക് വിട്ടുപോയി. അച്ഛനില്ല, അച്ഛൻ മരിച്ചുപോയി. അമ്മ വീട്ടുജോലി ചെയ്യുന്നു. ഒരു പാവപ്പെട്ട ഫാമിലിയാണ് മാരാറിൻ്റെത്. മാരാർ ഗുരുവായൂർ മഞ്ജരീസിനും കിച്ചൂട്ടനും ഭയങ്കര അഡിക്റ്റാണ്. അപ്പം ആ കുട്ടിക്ക് നല്ലൊരു ശോഭനമായ ഭാവി ഉണ്ടാവാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. എളുപ്പം തന്നെ ഗുരുവായൂർ മഞ്ജരീസിൽ നിന്ന് എന്നാൽ കഴിയുന്ന ഒരു സഹായം ആ കുട്ടിയുടെ കല്യാണമാകുമ്പോഴേക്കും ഞാൻ എത്തിക്കുന്നതായിരിക്കും. ഹരേ കൃഷ്ണ. പിന്നെ നമ്മുടെ ദിവ്യ മാതാജിയുടെ കൊടുക്കാനുള്ള എമൗണ്ടിലേക്ക് ഇന്നേക്ക് 20,000 റുപ്പീസ് ആഡ് ആയിട്ടുണ്ട്. മീൻസ്
കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 20,000 ആയിട്ടുണ്ട്. എനിക്ക് മാതാജിക്ക് ഒരു 25 ആക്കിയിട്ട് കൊടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തത്. വരുന്ന 7-ാം തീയതി, ഈ വരുന്ന 7-ാം തീയതി മാതാജിക്കുള്ള ഫണ്ട് ഞാൻ അയച്ചു കൊടുക്കുന്നതായിരിക്കും, ദിവ്യ മാതാജിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സുമനസ്സുകളായിരിക്കുന്ന ഒത്തിരി പേർ സഹായിച്ചു, ഒരുപാട് സന്തോഷം. അതുപോലെ മാരാരുടെ സിസ്റ്ററിൻ്റെ മാരേജ് ആകുമ്പോഴേക്കും ഞാനൊരു സഹായം ആ കുട്ടിക്ക് എത്തിച്ചു കൊടുക്കുന്നത്. കാരണം അച്ഛനില്ലാത്തൊരു കുട്ടി വിവാഹ ദിനത്തിൽ പടിയിറങ്ങി പോവാണ്. നമ്മളുടെ കുടുംബ കൂട്ടായ്മയിലൊരു വ്യക്തിയാണ് മാരാരെന്ന് പറയുന്നത്. എനിക്കെൻ്റെ സഞ്ജുവിനെ പോലെ ഞാൻ കാണുന്നൊരു മോനാണ്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും എത്തിച്ചു കൊടുക്കുക. ഇവിടെ മഞ്ജരീസ് എന്ന് സാധനങ്ങളൊക്കെ വിൽക്കുമ്പോഴും അങ്ങനെയൊക്കെ ചേർക്കുന്ന കുറച്ച് തുക, അതിന് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 100-130 ആളുകൾക്ക് ഫ്രീ ആയിട്ട് വസ്ത്രം തന്നെ കൊടുത്തു. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്ക് മരുന്ന് കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. ഇടയ്ക്കൊക്കെ ഞാൻ ചെല്ലുന്ന പല സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള അനാഥാലയങ്ങൾ, അവിടെ ഇവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവർക്കൊക്കെ കുറച്ച് സഹായങ്ങൾ ചെയ്യുന്നു. അതൊന്നും ലൈവ് ഇടുന്നില്ല എന്നേ ഉള്ളൂ. ചെറിയ ചില സ്ഥലങ്ങളിൽ പോയാൽ നമുക്ക് അനാഥാലയങ്ങളിലൊക്കെ എത്തിപ്പെടുമ്പം അവിടെ ലൈവ് ഇട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു തുകയൊക്കെ എത്തിച്ചു കൊടുക്കും. പിന്നെ ഇപ്പം ജീജ ചേച്ചി, നമ്മുടെ ആർട്ടിസ്റ്റ് ജീജ ചേച്ചി ഒരു 75ഓളം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അവിടെയൊന്നും ചെന്ന് നമുക്ക് ലൈവ് ഇടാൻ കഴിയില്ല. അതൊക്കെ നമ്മൾ മഞ്ജരീസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് മിച്ചം പിടിക്കുന്ന തുകയിൽ നിന്നാണ് കുറച്ച് പൈസ ഒക്കെ കൊടുക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നു. അങ്ങനെ മാരാരുടെ ഒരു ഒരു ആവശ്യത്തിലേക്ക്, മകളുടെ ആ കുഞ്ഞിൻ്റെ വിവാഹ നിശ്ചയമാണ് നാളെ മറ്റന്നാളോ ആയിട്ട്. കല്യാണം വരുമ്പോഴേക്കും മഞ്ജരീസിൻ്റെ വക ഒരു സഹായം ഞാൻ എത്തിക്കുന്നതായിരിക്കും. ഹരേ കൃഷ്ണ. അപ്പോൾ ആ കുട്ടിക്ക് നല്ല ശോഭനമായൊരു ഭാവി ജീവിതം ഉണ്ടാവാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മളിൽ ഒരാളാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് ആത്മസംയമ യോഗം എന്താണെന്ന് പഠിക്കാം. ധ്യാന സാധന എന്നാണ് സംയോഗം തന്നെ വരുന്നു. ആത്മസംയമ യോഗത്തിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? ധ്യാന സാധന, അല്ലേ? ഇത് കുറച്ചൊന്ന് നമുക്ക് പഠിക്കാനുണ്ട്. എന്താ സംഭവം എന്ന് അറിഞ്ഞുകൂടാ, കുറച്ച് ഡൗട്ടാണ് ഈ ഒരു ചാപ്റ്റർ. ബോറടിക്കരുത് കേട്ടോ. ഈ 1-2 അധ്യായങ്ങൾ കുറച്ച് ബോറടിക്കുന്ന സംഭവമാണ്. പക്ഷേ നമ്മൾ നമ്മുടെ ഗ്രന്ഥങ്ങളിലൂടെ അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ തത്വമാണ്, അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഡീപ്പായിട്ടുള്ള നോളേജാണ്. അത് നമ്മൾ കളയാൻ പാടില്ല. ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, PCM ഇതുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ടുള്ള പഠിത്തത്തിന് കുറച്ചും കൂടെ സപ്പോർട്ട് ആവത്തുള്ളൂ, അല്ലേ? PCM ഇത് 3 പഠിക്കാനും ടഫാണ്. അതുപോലെയാണ് ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന ആത്മസംയമ യോഗം, ജ്ഞാനവിജ്ഞാന യോഗം, ക്ഷരാക്ഷര ബ്രഹ്മയോഗം, അതുപോലെ തന്നെ രാജവിദ്യ രാജഗുഹ്യ യോഗം, വിഭൂതി യോഗം. ഇത്രയും സംഭവങ്ങൾ കുറച്ച് ടഫായിട്ടുള്ള സംഭവങ്ങളാണ്. കുറച്ച് ടഫാണ് ഈ സംഭവങ്ങൾ. പക്ഷേ നമുക്ക് പഠിക്കാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും മനസ്സിരുത്തി ശ്രദ്ധയോടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാതെ, TV-ൻ്റെ സൗണ്ട് കുറയ്ക്കുന്ന ബഹളം ഉണ്ടാക്കാതെ, വേറെ ഒരു ഇതിലേക്കും മൈൻഡ് വിടാതെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പറഞ്ഞ ഇത്രയും ചാപ്റ്റേഴ്സിൻ്റെ ഹെഡിങ്സ് ഇല്ലേ, ഈ ഹെഡിങ്സിനെ വെച്ച് മാത്രം ശ്രീല പ്രഭുപാജി ബുക്സ് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇപ്പം പറഞ്ഞ ഹെഡിങ്സ് മാത്രം, ആ കണ്ടന്റ് വെച്ചിട്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് ബുക്ക് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാൻ വീണ്ടും അർജുനന് മനോനിയന്ത്രണത്തിലുള്ള മാർഗത്തെ പറ്റിയാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഭഗവാൻ വീണ്ടും അർജുനന് മനസ്സിന്റെ നിയന്ത്രണം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇതിനെയാണ് ആത്മസംയമ യോഗം എന്ന് പറയുന്നത്. മനസ്സിന്റെ നിയന്ത്രണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിനെയാണ് ആത്മസംയമ യോഗം എന്ന് പറയുന്നത്. മാത്സ് വേണ്ട അല്ലേ? അപ്പം എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. CA ചോദിക്കുന്ന കണക്കിന് ഞാൻ എത്രമാത്രം തല ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടാവും. കർമ്മഫലത്തിൽ യാതൊരു ആഗ്രഹവും വെക്കാതെ, അതായത് നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അതിൽ യാതൊരു തരത്തിലുള്ള ആഗ്രഹങ്ങളും ഒരു റിട്ടേൺ കിട്ടണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ കർത്തവ്യ കർമ്മങ്ങൾ ലോകസേവനത്തെയോ ലോകസംഹരത്തെയോ ലക്ഷ്യമാക്കി ചെയ്യുന്നവനാണ് യഥാർത്ഥ കർമ്മസന്യാസിയും കർമ്മയോഗിയും. അതായത് നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൽ പോയി, വേറൊരു തരത്തിലും നിങ്ങൾ ഇതിനെ എടുക്കരുത് കേട്ടോ, വേറെ ഒരു തരത്തിലും ചിന്തിക്കരുത്. നമ്മളൊരു അമ്പലത്തിൽ പോയിട്ട് നമ്മൾ ഒരു പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് അവിടുത്തെ പൂജാരിക്ക് നമ്മളൊരു 10 രൂപ കൊടുത്തില്ല എന്ന് കരുതുക.
ഞാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കരുത്. ഇപ്പോഴൊക്കെ പല പല സാഹചര്യങ്ങളാണ്. അതില്ലെങ്കിൽ ഇലയിൽ പ്രസാദം കിട്ടില്ല, അങ്ങനത്തെ പല പല കാര്യങ്ങൾ. നമ്മൾ അതേക്കുറിച്ച് പറയണ്ട, ആ ടോപ്പിലേക്ക് നമ്മൾ കിടക്കണ്ട. എന്നാൽ പോലും ഒരു ശുദ്ധ ബ്രാഹ്മണൻ എന്താ ചെയ്യുക? അങ്ങനെ വിടും അല്ലേ? അപ്പം അവർ ആ ചെയ്യുന്ന കർമ്മത്തിൽ യാതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ശരിയല്ലേ? അവരങ്ങനെ പൂജ ചെയ്ത്, അങ്ങനെയുള്ള ഒരുപാട് പൂജാരിമാരുണ്ട് കേട്ടോ. ഒത്തിരി ബ്രാഹ്മൺസ് അങ്ങനെ ഉണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല, ഒരുപാടുണ്ട്. അവരൊന്നും പ്രതീക്ഷിക്കില്ല, അവരങ്ങനെ അവരുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ പോവും. അങ്ങനെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ ലോകത്തിന് വേണ്ടിയിട്ടും പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹരേ കൃഷ്ണ അമ്മേ, അതുപോലെ തന്നെ വ്യക്തികൾക്ക് വേണ്ടിയിട്ടും ഒക്കെ സേവനം അനുഷ്ഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ സേവനം ചെയ്യുന്ന വ്യക്തികളെയാണ് കർമ്മസന്യാസി, കർമ്മയോഗി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്ത് ശമ്പളം മേടിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ ആത്മാർത്ഥമായി പറയാൻ യാതൊരുവിധ ബന്ധങ്ങളും ഇല്ല. നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന സേവനങ്ങൾ, അങ്ങനെ സേവനം ചെയ്യുന്ന വ്യക്തികളെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? കർമ്മസന്യാസി, കർമ്മയോഗി. ഓക്കെ, കർമ്മഫലങ്ങളെയെല്ലാം സന്യസിക്കുക എന്ന വിഷയത്തിൽ, അതായത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു ആ കർമ്മഫലങ്ങളെല്ലാം സന്യസിക്കുക എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ രാവിലത്തെ ഗീതാ ക്ലാസ്സിൽ ഞാൻ തന്നു. നമ്മൾ വിട്ടുകളയാം, നമുക്ക് യാതൊരു ആഗ്രഹങ്ങളുമില്ല, ആവശ്യങ്ങളുമില്ല. രാവിലെ ഞാൻ ട്രിപ്പിളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആർക്ക് പറയാൻ പറ്റും? ഹരേ കൃഷ്ണ. രാവിലെ AAA ഞാൻ പഠിപ്പിച്ചു തന്നു. എന്താണത് AAA? ജയ് ഗുരുദേവ്. എന്താണ് AAA? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ദിവ്യമാതാജി ക്ലാസ് കഴിഞ്ഞോ? ആവശ്യം, രണ്ടാമത്തത് ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. മൂന്നെണ്ണാണ്. ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. സോറി, അത്യാവശ്യം, ആവശ്യം, അനാവശ്യം. അത്യാവശ്യത്തിന് വേണ്ടത് ആവശ്യമായിട്ട് ഉപയോഗിക്കുക, അനാവശ്യമാക്കാതിരിക്കുക. അത്യാവശ്യത്തിന് വേണ്ടത് ആവശ്യത്തിന് ഉപയോഗിക്കുക, അനാവശ്യമാക്കാതിരിക്കുക. ഇതാണ് AAA. മഞ്ജരീസിന്റെ AAA ആണത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാം ഒഴിവാക്കുന്ന ഒരു സാഹചര്യം. നല്ലതും ചീത്തയുമായിരിക്കുന്ന എന്ത് സംഭവിച്ചാലും, പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന മനോഭാവത്തോടെ ഇരിക്കുക. അങ്ങനെയായിരുന്നു നമ്മുടെ ഗുരുപരമ്പരകൾ. അവരെന്ത് വന്നാലും എല്ലാം ഈശ്വരേച്ഛ. അത്യാവശ്യം, ആവശ്യം, അനാവശ്യം. അതന്നെ, അതായത് എന്ത് സംഭവിച്ചാലും എല്ലാം ഈശ്വരേച്ഛ. ഹരേ കൃഷ്ണ അച്ഛ. നമ്മൾക്ക് നല്ലത് വന്നാലും ശരി, ഇപ്പൊ ഒരു അസുഖം നമുക്ക് വന്നു, ഭഗവാന്റെ തീരുമാനമായിരിക്കും. മനസ്സിലായില്ലേ? ഒരു സുഖം നമുക്ക് വന്നു, ഭഗവാന്റെ കൃപാകടാക്ഷം. ഇതിൽ കവിഞ്ഞ് യാതൊന്നും ഇല്ലാത്ത അവസ്ഥ. ഇതാണ് സന്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ കർമ്മഫലങ്ങളെയെല്ലാം സന്യസിക്കുക. നമ്മളുടെ എല്ലാ കർമ്മഫലങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുക? സന്യസിക്കുക, ഒഴിവാക്കുക. അതിൽ സന്തോഷിക്കാതെയും ഇരിക്കുക, ദുഃഖിക്കാതെയും ഇരിക്കുക എന്ന വിഷയത്തിൽ ഈ കർമ്മയോഗിയും കർമ്മസന്യാസിയും ഒരുപോലെയാണ്. മനസ്സിലായില്ലേ? കർമ്മയോഗിയും കർമ്മസന്യാസിയും ഈ സന്യാസ വിഷയത്തിൽ ഒരുപോലെയാണ്. ക്ഷമതാജി, ധ്യാനത്തിലൂടെ ജ്ഞാനയോഗത്തിൽ എത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരുവന് ഈ നിഷ്കാമ കർമ്മം സഹായകമായിരിക്കും. ജ്ഞാനത്തിലൂടെ, അറിവിലൂടെയാണ് ഒരു വ്യക്തിക്ക് ഈ പൊസിഷനിൽ എത്താൻ പറ്റുക, അല്ലെ? അറിവില്ലാത്ത ഒരു വ്യക്തിക്ക് എത്താൻ പറ്റില്ല. അറിവെന്ന് പറയുമ്പോൾ BTech MTech ഒക്കെ പഠിക്കുന്നതാണോ അറിവ്? അല്ല, തിരിച്ചറിവ്. എന്താണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്? ആത്മാവ് എന്താണ്, പരമാത്മാവ് എന്താണ്, ജീവാത്മാവ് എന്താണ്, ഭൗതിക പ്രകൃതി എന്താണ്, ഈ തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആത്മാവ് സ്വീകരിക്കുന്ന ശരീരം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കുവാൻ 99.9% നന്മ ചെയ്തിട്ട് 1% തിന്മ ചെയ്താൽ ആ 99.9% ആ പ്രവൃത്തികളുടെ പുണ്യം അനുഭവിക്കാൻ ഭൂമിയിൽ വരികയും ഒപ്പം ആ 1% തിന്മ അനുഭവിക്കാൻ ഭൂമിയിൽ വരികയും ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ശരീരത്തിന് നാശമുണ്ട്. ആത്മാവിന് നാശമില്ല. പൂർണ്ണമായും 100% നമ്മൾ ശരിയാണ് ചെയ്യുന്നത് എങ്കിൽ പിന്നീടൊരു ജന്മമെടുത്ത് ഭൗതിക ശരീരം നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കില്ല.
പിന്നെയോ ഭഗവാന്റെ അടുത്തേക്ക് ചെന്ന് നമ്മൾ ആത്മീയ ശരീരം സ്വീകരിക്കും. അതുകൊണ്ട് ജനന മരണങ്ങളിൽ സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണെന്ത്? ജ്ഞാനം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ജ്ഞാനമാണ് ഏറ്റവും വലിയ തിരിച്ചറിവ്. ഇങ്ങനെയുള്ള ജ്ഞാനത്തിലൂടെയാണ് ഒരുവന് നിഷ്കാമകർമ്മം സഹായിക്കുന്നത്. മനസ്സിലായില്ലേ? ആത്മജ്ഞാനം. അതെ, അങ്ങനെയുള്ള ഒരറിവുള്ള വ്യക്തി എന്ത് ചെയ്താലും ആ വ്യക്തി അതിൻ്റെ ഒരു പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ ജോലിക്ക് പോയിട്ട് ശമ്പളം വാങ്ങാതെ വരണമെന്നല്ല. അത് നിങ്ങളുടെ ഈ ഭൗതിക പ്രകൃതിയിൽ ജീവിതം നിലനിർത്താനുള്ള ഉപജീവന മാർഗമാണ്. ക്ലിയർ? ഉപജീവന മാർഗമാണത്. ഓക്കെ, അതർവൈസ് നമ്മൾ നിഷ്കാമ കർമ്മം നമ്മളെ സഹായിക്കും. ഒരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പം നമ്മൾ ചോറ് കൊടുക്കുന്നുണ്ട് അല്ലേ, ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അവർ നാളെ നമുക്ക് ചോറ് വാങ്ങിച്ചു തരും എന്ന് കരുതിയിട്ടാണോ നമ്മൾ ചോറ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്? അല്ല. അവർക്ക് നമ്മൾ വസ്ത്രം കൊടുത്തു, നീ നാളെ എനിക്കൊരു വസ്ത്രം തിരിച്ചു തരണം എന്ന് കരുതിയിട്ടാണോ നമ്മൾ വസ്ത്രം വാങ്ങിക്കുന്നത്? അല്ല. ഇങ്ങനെ നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കർമ്മത്തെ നിഷ്കാമ കർമ്മം എന്ന് പറയുന്നു. ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികൾ ഞാൻ ഇപ്പൊ പറഞ്ഞ ആ അറിവിലൂടെയാണ് ആത്മജ്ഞാനം നേടുന്നത്. ആ വ്യക്തികളെ നിഷ്കാമകർമ്മിയും നിഷ്കാമയോഗിയും ഒക്കെ ആക്കി മാറ്റുന്നു. അവർക്ക് എന്താ ലഭിക്കുന്നത്? ഭഗവാന്റെ ലോകമാണ് ലഭിക്കുന്നത്. ക്ലിയർ? നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനാണ് ഇത് പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് വായിച്ചു കേൾപ്പിച്ച് നിങ്ങൾക്ക് വട്ടായി പോവും, ഒന്നും മനസ്സിലാവില്ല. ഞാൻ തന്നെ ഈ ചാപ്റ്റർ വായിച്ചു പഠിക്കാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. വായിച്ചു കാണിച്ചേട്ടെ. ധ്യാനത്തിലൂടെയുള്ള മനസംയമനത്തിന് അവനവൻ തന്നെ സ്വയം ശ്രമിക്കേണ്ടതാണ്. ഗുരുവിനോ ബന്ധുക്കൾക്കോ മറ്റാർക്കുമോ ഇതിൽ സഹായിക്കുവാൻ സാധിക്കില്ല. താൻ തന്നെയാണ് തൻ്റെ ബന്ധുവും ശത്രുവും. വിവേക വൈരാഗ്യങ്ങളെ കൊണ്ട് ഏകാഗ്രമാക്കിയിട്ടുള്ള മനസ്സ് മുക്തമായി തീരുവാൻ സഹായിക്കുന്നതിനാൽ ബന്ധുത്വം ഇന്ദ്രിയജയം സാധിക്കാത്ത ഒരുവന്റെ മനസ്സ് സംസാര ദുഃഖങ്ങളിലേക്ക് നയിക്കുന്നതിനാൽ ശത്രു എന്ന് കാണാം. കിളി പോവും, പെട്ടെന്നൊന്നും കിട്ടില്ല നമുക്ക്. ചിന്തിച്ചിരിക്കണം വായിച്ചിട്ട്. എന്താണ് പറഞ്ഞത്, എന്താണ് അതിൻ്റെ ഡെപ്ത്, എന്താണ് അതിൻ്റെ മീനിങ്, എന്നിട്ട് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ബുക്ക് എടുക്കണം പ്രഭുപാജിയുടെ, അത് വെച്ചൊന്ന് വായിക്കണം. ഇതിലെന്താണ് പ്രഭുപാജി പറഞ്ഞിരിക്കുന്നത്, ഇതും കൂടി എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് ആലോചിച്ചൊന്ന് നോട്ട് എഴുതണം. അങ്ങനെയൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. അതിന് നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള മൈൻഡ് വേണം, ഇല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല. ക്ലിയർ? അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞത് മനസ്സിലായി. ഇനി ധ്യാനത്തിലൂടെയുള്ള എന്താ പറയുക മനസ്സംയമനത്തിന്, നമ്മൾ ധ്യാനത്തിലൂടെ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ധ്യാനം എന്ന് ഉദ്ദേശിക്കുന്ന? കണ്ണുകൾ അടച്ചിട്ട് നമ്മളിങ്ങനെ യോഗിയെ പോലെ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്നതാണോ ധ്യാനം എന്ന് പറയുന്നത്? അല്ല. പിന്നെയോ ഒരു ശാന്തമായ മനസ്സ്, അതാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഏകാഗ്രമായി നമ്മളിങ്ങനെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കും. ഒരു ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അല്ലേ, നമ്മൾ അതേക്കുറിച്ചൊന്നും ബോധേഡല്ല. ഒരു മാനസികമായിട്ട് നമുക്കൊരു സമാധാനം, ഒരു ഏകാഗ്രത ഒക്കെ നമുക്ക് അനുഭവിക്കും അല്ലേ, ആ ഒരു ഫീലിംഗ് കിട്ടും. ഇതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ ധ്യാനത്തിലൂടെ മനസ്സംയമനത്തിന്, ധ്യാനത്തിലൂടെ നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടും അല്ലേ. ആ സമാധാനം ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സ്വയം നമ്മൾ തന്നെ ശ്രമിക്കണം. അതായത് നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുക. ഇതാണ് ഇവിടെ പറയുന്നത്. ഒരാൾ വന്നിട്ട് ഇപ്പോൾ ഉഷാ മാതാജി, അയ്യോ ഹരേ കൃഷ്ണ ഉഷാ മാതാജി, ഉഷാ സോമനാഥൻ മാതാജി, ഇതാ കുറച്ച് ശാന്തത വെച്ചോളൂ കേട്ടോ എന്നും പറഞ്ഞ് കൊടുക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് പറയാണ്, നീ എന്താ ഫീൽ ചെയ്തിരിക്കുന്നത്, കുറച്ച് സന്തോഷമായിട്ടിരിക്കും, ബി ഹാപ്പി, കഴിയില്ല. ഒരു പരിധിവരെ ചിലപ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾ നമുക്കൊരു ഇൻസ്പിറേഷൻ തരും, ഒരു എന്താ പറയുക, ഒരു പ്രതീക്ഷകൾ, ഒരു സപ്പോർട്ട്, ഒരു സമാധാനം ഒക്കെ കിട്ടും. പക്ഷേ നമ്മൾ സ്വയം നമ്മുടെ മനസ്സിൽ സന്തോഷം കണ്ടെത്തുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ ഈശ്വരനെ സ്ഥാപിക്കണം അല്ലേ. ഹൃദയത്തിൽ കിച്ചൂട്ടൻ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും മറിച്ച് ചിന്തിക്കേണ്ടി വരില്ല, ഒന്നും ചിന്തിക്കേണ്ടി വരില്ല. സർവം കൃഷ്ണാർപ്പണമസ്തു, അത്രയും മതി. ഗുരുവിനോ ബന്ധുക്കൾക്കോ ആർക്കും ഇതിന് സാധിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് സന്തോഷം തരാനും സമാധാനം തരാനും ഗുരുവിന് സാധിക്കില്ല, ബന്ധുക്കൾക്ക് സാധിക്കില്ല, മറ്റാർക്കും സാധിക്കില്ല. നമ്മൾ തന്നെ വിചാരിക്കണം നമ്മൾക്ക് സമാധാനം വേണമെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കും, നമ്മൾ ജപിക്കും, നമ്മൾ സാത്വിക ഭക്ഷണം കഴിക്കും, നമ്മൾ ഭഗവാനെ തേടും, ഭഗവാന്റെ ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ജീവിതയാത്ര കൊണ്ടുപോകും. അങ്ങനെ 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 നമ്മൾ മനസ്സമാധാനം കണ്ടെത്തും. അയ്യോ എനിക്കെന്നും ദുഃഖമാണ്, എനിക്കെന്നും പ്രശ്നങ്ങളാണ്, എനിക്കെന്നും അസുഖമാണ്, അയ്യോ എനിക്കെന്തോ വരാൻ പോകുന്നേ, എനിക്കെന്തോ ടെൻഷൻ ആവുന്നേ, നമ്മൾ അങ്ങനെ ഇരിക്കത്തുള്ളൂ. ഈശ്വരനുണ്ട്, ഭഗവാനുണ്ട്. ലോകം തന്നെ ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ ഇടിഞ്ഞു വീഴട്ടെ, എൻ്റെ ഗുരുവായൂരപ്പൻ എന്നെ കൈവിടില്ല. ബൈബിളിലൊരു ചൊല്ലുണ്ട്, എന്താണെന്നറിയോ?
കടുകുമണിയോളം വിശ്വാസം നിന്നിലുണ്ടെങ്കിൽ നിന്റെ യഹോവ ഈശോ മെഷിഹ നിന്നെ ഉയർത്തിയിരിക്കുമെന്ന്. അല്ലേ? ഖുർആൻ എനിക്ക് അത്രയ്ക്കറിയില്ല, കാരണം ഖുർആൻ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ചൊക്കെ ഞാൻ ഇവിടെ സൗണ്ടൊന്നുമില്ല, ഒരു ഫാൻ ഓടുന്നുണ്ട്, ഇതിൻ്റെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതില്ലാതെ എനിക്ക് ഇവിടെ ഇരിക്കാനും പറ്റൂല. എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഖുറാനിൽ അറിഞ്ഞൂടാ. ഞാൻ ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മലയാളം പരിഭാഷ. ബൈബിൾ അറിയാം, ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചതുകൊണ്ട്. അപ്പം നമ്മൾക്ക് വേണ്ടത് ഒരു കടുകുമണിയോളം വിശ്വാസമാണ് ഈശ്വരനിൽ. വലിയ വിശ്വാസമൊന്നും വേണ്ട, അദ്ദേഹം ആവശ്യപ്പെടുന്നുമില്ല. ഒരു കുഞ്ഞു വിശ്വാസം, ഒരു കടുകുമണിയോളം വിശ്വാസം ഈശ്വരനിൽ വെക്കുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ മൊബൈലിൽ ഇപ്പോൾ എന്തെല്ലാം സേവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ്, നമ്മുടെ മെയിലിലൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നില്ലേ? ഇവിടെ ഇടിയില്ല, ഒക്കെ സേവ് ചെയ്ത് വെക്കുന്നില്ലേ? നമ്മുടെ ആധാർ കാർഡ്, പാസ്പോർട്ട്, അങ്ങനെ പലതും നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്, അല്ലേ? എന്തിനു പറയണം, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം നമ്മളുടെ എന്താ പറയുക, ടിക്കറ്റ് വരേക്കും നമ്മൾ അതിൽ സേവ് ചെയ്ത് വെക്കുന്നു, അല്ലേ? അപ്പം അത്രയും നമ്മൾ ആ മൊബൈലിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ വിശ്വസിക്കണം? കടുകുമണിയോളം വിശ്വാസം നമുക്ക് ഈശ്വരനിൽ വേണം. ഒരു പക്ഷേ ഒരു യാത്രയിൽ നമ്മുടെ മൊബൈല്, നമ്മുടെ മെഡിസിൻസ്, ലൈഫ് ജാക്കറ്റ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ നമ്മൾ ആരെയാ വിളിക്കുക? ഭഗവാനേന്ന് വിളിച്ചു പോകും. അപ്പം നമ്മളെപ്പോഴും ഒരു കടുകുമണിയോളം വിശ്വാസം, ഓഫ് ചെയ്യണോ ഫാൻ? കടുകുമണിയോളം വിശ്വാസം നമ്മൾ എന്തിൽ വെക്കണം? ഈശ്വരനിൽ നമ്മൾ വെക്കണം, വളരെ നിർബന്ധമാണ്. അപ്പം അങ്ങനെ ഒരു വിശ്വാസം നമ്മൾ ഈശ്വരനിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സ്മൂത്തായിരിക്കും. താൻ തന്നെയാണ് തൻ്റെ ബന്ധുവും ശത്രുവും, അല്ലെ? നമ്മൾ തന്നെയാണ് നമ്മുടെ ബന്ധുവും നമ്മുടെ ശത്രുവും. നമ്മളുടെ ചിന്തകളാണ് നമ്മളുടെ ബന്ധുവായി മാറുന്നതും നമ്മുടെ ശത്രുവായി മാറുന്നതും. നമുക്ക് എന്താ പറയുക, ഒരാളോട് വൈരാഗ്യം തോന്നുകയാണെങ്കിൽ ആ വൈരാഗ്യം ആ വ്യക്തിയോടല്ല തോന്നുക, നമ്മളോട് തന്നെയാണ് തോന്നുന്നത്. കാരണം നമ്മുടെ ഉള്ളിൽ നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മുടെ ശത്രു, അത് നമ്മളെ തന്നെയാണ് നശിപ്പിക്കുന്നത്. നമ്മൾ ഒരു നല്ല പ്ലസൻ്റ് ആയിട്ട്, സോ ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ കണ്ടിങ്ങനെ പോവുകയാണെങ്കിൽ എന്താ പറയുക, നമ്മളും ഹാപ്പിയാണ്, അല്ലേ? ഇപ്പോൾ ഒരു മരണ വീട്ടിൽ നമ്മൾ ചെന്നു, നമ്മൾ ആകെപ്പാടെ ഒരു ഇറിറ്റേറ്റഡ് ആണ്, നമ്മുടെ മൈൻഡ് അപ്സെറ്റായി. എന്താ പറയുക, ആ മൈൻഡിൽ നിന്ന് നമ്മൾ പുറത്തു വരാൻ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവും നമ്മുടെ മൈൻഡ്, അല്ലേ? നമ്മൾ നല്ല ഒരു ക്ഷേത്രത്തിൽ പോയി മണിയടിയും പ്രസാദവും ദീപാരാധനയും പ്രഭാത ശീവേലിയും എല്ലാം കണ്ട് നമ്മൾ അങ്ങനെ സന്തോഷിച്ച് മനസ്സിനൊരു നിർവൃതിയാണ് നമുക്ക്. അപ്പം എല്ലാത്തിൻ്റെയും ഘടകം എന്ന് പറയുന്നത് എന്താണ്? മനസ്സാണ്. ആ മനസ്സിനെ നിയന്ത്രിക്കുന്നത് എന്താണ്? നമ്മുടെ ബോധമാണ്. ഫാനല്ല അല്ലേ? അപ്പം എനിക്ക് അറിഞ്ഞൂടാ എന്താ സൗണ്ട് എന്ന്. മനസ്സിലായില്ലേ? എല്ലാത്തിൻ്റെയും ഘടകം എന്താണ്? മനസ്സാണ്. ആ മനസ്സിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ബോധമാണ്, അല്ലേ? ഞാനിപ്പോൾ മനസ്സിൽ ആലോചിക്കുകയാണ് ഇങ്ങോട്ട് നോക്കണമെന്ന്. അപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് നോക്കുന്നുണ്ടെങ്കിൽ ബോധവും മൈൻഡും തമ്മിൽ വളരെ കണക്റ്റഡ് ആണ്. അപ്പം ആ ബോധത്തെ ക്ലീനായിരിക്കാൻ, മലിനമാവാതെ നമ്മൾ ശ്രമിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളി, വെളുത്തുള്ളി, സവാള, ചായ, കാപ്പി, നോൺ വെജ്, ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. മതിയോ? പോരാ, ജപിക്കുക. നമ്മുടെ വിഷൻ കറക്റ്റ് ആയിരിക്കണം, നമ്മുടെ ലക്ഷ്യബോധം, നമ്മുടെ എന്താ പറയുക വീക്ഷണങ്ങൾ എല്ലാം കറക്റ്റ് ആയിരിക്കും. എല്ലാം പോസിറ്റീവായിട്ട് കാണാം, ഒന്നും നെഗറ്റീവായിട്ട് കാണാതിരിക്കുക, അല്ലേ? അങ്ങനെ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മുടെ ചിന്തകളെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബോധത്തെ മലിനമാവാതെ നമ്മൾ നോക്കുക. ഓക്കെ? വിവേക വൈരാഗ്യങ്ങളെ കൊണ്ട് ഏകാഗ്രമായിട്ടുള്ള മനസ്സ്. വിവേകം എന്ന് പറഞ്ഞാൽ അറിവ്, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും അകന്നു മാറി നിൽക്കുന്ന ഒരവസ്ഥ. നമ്മൾക്ക് നല്ലതും ചീത്തയുമായ എല്ലാം സംഭവിക്കും. എല്ലാത്തിനെയും ഞാൻ ഭഗവാനെ മുമ്പിൽ സമക്ഷം ഒരുപോലെ ഞാൻ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. എനിക്കൊന്നും വേണ്ട, കിട്ടിയാലും ഓക്കെ, കിട്ടിയില്ലെങ്കിലും ഓക്കെ എന്ന മനോഭാവത്തോടെ, എന്ന ഒരു വൈരാഗ്യ മനോഭാവത്തോടെ നമ്മൾ ഇരുന്നാൽ നമ്മുടെ മനസ്സ് എന്താവും? ഏകാഗ്രമാവും. ഒന്നും ഉണ്ടാവില്ല. പിന്നെ ആഗ്രഹങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓരോരോ തോന്നലുകൾ ഉണ്ടാവുന്നത്, അല്ലേ? ആഗ്രഹങ്ങളും ഇല്ല, ആവശ്യങ്ങളും ഇല്ലെങ്കിൽ മനസ്സ് ക്ലീനാണ്, ഒരു ഒഴിഞ്ഞ ബക്കറ്റ് പോലെ ഇരിക്കും. അവിടെ ഒന്നുമില്ല, ഈശ്വരൻ മാത്രം. പിന്നെയോ,
മുക്തമായി തീരാൻ, അങ്ങനെയുള്ള മനസ്സ് ഭഗവാനിലേക്ക് അടുക്കാൻ എന്താണ് സഹായിക്കുന്നതിനാൽ, അങ്ങനെയുള്ള മനസ്സിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാൻ പറ്റൂ. കുറേ ചിന്തകളും കുറേ ആഗ്രഹങ്ങളും കുറേ തോന്നലുകളും ഒക്കെ മനസ്സിൽ വെച്ചാൽ നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും ആ ഒരു എന്താ പറയുക വല്ലാത്ത അവസ്ഥയിൽ നമ്മൾ അങ്ങനെ പെട്ടുകിടക്കും. അപ്പം ചിന്തകളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒന്നും മനസ്സിൽ വെക്കണ്ട, എല്ലാം കളഞ്ഞ് അടിച്ചു കഴുകി വൃത്തിയാക്കി ഒരു വീട് പോലെ ആക്കിക്കള മനസ്സ്. പാസ്റ്റ് ഈസ് പാസ്റ്റ്, എല്ലാം കഴിഞ്ഞു. മനസ്സ് ഏകാഗ്രമാക്കുക, ഭഗവാനെ നോക്കുക. ക്ലിയർ? അങ്ങനെയുള്ള ഒരാളുടെ മനസ്സ് സംസാര ദുഃഖങ്ങളിലേക്ക് നയിക്കുന്നതിനാൽ, അപ്പോൾ ഏകാഗ്രമായിരിക്കുന്നൊരു മനസ്സ്, ആ മനസ്സ് ക്ഷമിക്കണം കേട്ടോ, അങ്ങനെയുള്ള മനസ്സ് മുക്തമായി തീരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും അല്ലേ? അങ്ങനെയുള്ളൊരു മനസ്സാണ് നമ്മളെ ഭഗവാനിലേക്ക് അടുക്കാൻ സഹായിക്കുന്നത്. ആ സമയത്ത് ബന്ധുവും ഇന്ദ്രിയജയം സാധിക്കാത്ത ഒരാളുടെ മനസ്സ്, അപ്പം ഞാൻ പറഞ്ഞത് ക്ലീൻ ആയിരിക്കുന്ന ഒരു മനസ്സിൽ ഈശ്വരൻ ഉണ്ടാവും. അപ്പം ആ ക്ലീൻ ആയിരിക്കുന്ന മനസ്സാണ് നമ്മളെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നത്. എന്നാൽ ഇന്ദ്രിയജയം സാധിക്കാത്ത ഒരാൾ, അയ്യോ എനിക്ക് പുതിയ ഡ്രസ്സ് ഇടണമായിരുന്നു, എനിക്ക് കുറേ ദിവസം ഞാൻ ഈ ചോറും കഞ്ഞിയും തന്നെ കഴിക്കുന്നത്, എനിക്കിന്ന് എന്തെങ്കിലും ഒന്ന് പുറത്തുനിന്ന് കഴിക്കണം, അതൊരാഗ്രഹം. ഇന്ദ്രിയജയം, നാവിൻ്റെ രുചിയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അല്ലേ? നമുക്ക് അത് കഴിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പോകണം അവിടെ പോകണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ, അത് കഴിക്കണം ഇത് കഴിക്കണം എന്ന തോന്നലുകൾ, ഇതൊക്കെ നമ്മുടെ ഇന്ദ്രിയ ജയമാണ് നമ്മളെ സാധിക്കാത്തത്. കണ്ണ്, നാക്ക്, മൂക്ക്, അവിടെ എന്ത് നടക്കുന്നു, ഇവിടെ എന്ത് നടക്കുന്നു, ഇതെന്താവുന്നു അതെന്താവുന്നു, എല്ലാം പോയി പരതി അന്വേഷിക്കലും പറയലും നോക്കലും വാങ്ങലും. എനിക്കൊരു പുതിയ ഡ്രസ്സ് വേണം, എനിക്ക് ആ സിനിമ കാണണം, ഈ സിനിമ കാണണം, എൻ്റെ നാവിൻ്റെ രുചിക്ക് അയ്യോ എനിക്കിത് എന്തായാലും ആ ഭക്ഷണം കഴിച്ചേ പറ്റൂ. ഇങ്ങനെയുള്ള ഇന്ദ്രിയ ജയങ്ങൾ നമ്മൾ ജയിക്കാതെ വരുമ്പോൾ ആ വ്യക്തിക്ക് തന്നെ ശത്രുവായി മാറുകയാണ്. മനസ്സിലായില്ലേ? ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി ആ വ്യക്തിക്ക് തന്നെ പൂർണ്ണമായിട്ട് ഒരു ശത്രുവായി മാറുകയാണ്. ധ്യാനത്തിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലം എപ്പോഴും പരിശുദ്ധമായിരിക്കണം, അതുപോലെ തന്നെ ശുചിത്വമുള്ളതായിരിക്കണം. അവിടെയും ഇവിടെ ഇരുന്നിട്ടൊന്നും ധ്യാനിക്കരുത്. ചില ആൾക്കാർ കാണാം ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കാണാം. എനിക്കതിനോട് യോജിപ്പില്ല, ഒരു യോജിപ്പുമില്ല. നല്ല എന്താ പറയുക പരിശുദ്ധമായ സ്ഥലത്തിരുന്ന് വേണം ധ്യാനിക്കാൻ. ഞാനൊരിക്കൽ കന്യാകുമാരിയിൽ പോയി, ഞാനും ജീജ ചേച്ചിയൊക്കെ കൂടെ. അപ്പോൾ കന്യാകുമാരിയിൽ പോയപ്പം ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് എന്തായാലും വിവേകാനന്ദ പാറ കാണണം, ഞാൻ ഇതുവരെ കണ്ടില്ല ചേച്ചി, അവിടെ എന്താണെന്ന് പറഞ്ഞു. അപ്പം ചേച്ചി പറഞ്ഞു വേണോ? ഞാൻ പറയും വേണം ചേച്ചി, അവിടെ എന്തോ മെഡിറ്റേഷൻ പ്ലേസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു, എനിക്ക് പോകണം ചേച്ചി എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. അങ്ങനെ ചേച്ചി എന്നെ കൊണ്ടുപോയി വിവേകാനന്ദ പാറയിലെത്തി. കുറേ നേരം ബോട്ടിങ്ങിന് വേണ്ടി നിന്ന് 2 ബോട്ട് ഇട്ടിട്ട് വലിപ്പിക്കുകയാണ് ഇവരിങ്ങനെ സമയം കളയാൻ. ഒരു 2-3 മണിക്കൂറൊക്കെ ലൈൻ നിന്നപ്പോഴേക്കും ചേച്ചിയോട് എനിക്ക് ചീത്തയേക്കാൻ തുടങ്ങി. നിൻ്റെ ഒരു ആഗ്രഹം, നിന്നെ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം. ഞാൻ മിണ്ടാതിരുന്നു, പറഞ്ഞോട്ടെ മിണ്ടണ്ട, കുറേ പറഞ്ഞു കഴിയുമ്പോൾ നിർത്തും എന്ന് കരുതിയിട്ട് ചേച്ചിയോടുള്ള ചീത്ത മൊത്തം മേടിച്ച് ഞാൻ സീമ ചേച്ചിക്ക് മെസ്സേജ് ഇട്ട്, സീമ ചേച്ചി ചീത്ത പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് ഇട്ട് സന്തോഷേട്ടനോടൊക്കെ പറഞ്ഞു, സന്തോഷേട്ടാ എനിക്ക് നല്ലത് കേട്ടുകൊണ്ടിരിക്കുക, എനിക്ക് കൊച്ചേ നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ പറയും സാരില്ല മിണ്ടണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം ജീജ ചേച്ചിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു. അങ്ങനെ വിവേകാനന്ദ പാറയിലെത്തി. വിവേകാനന്ദ പാറയിലെത്തിയപ്പോൾ എൻ്റെ നല്ല വെയിലും, നിനക്ക് എന്തുവാ ഇവിടെ കാണേണ്ടത് അത് പറഞ്ഞി, എന്താ നിനക്ക് ഇവിടെ കാണേണ്ട ഈ പാറയ്ക്ക് മുകളിൽ? ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് ഇവിടെ എന്തോ മെഡിറ്റേഷൻ ഉണ്ട്. പോകച്ചേ അവിടെ നിന്ന്, നീ ആ ഹിമാലയത്തിൽ അങ്ങോട്ട് പോയിരിക്കും, നിൻ്റെ ഒരു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു. അങ്ങനെ മെഡിറ്റേഷൻ എന്നും പറഞ്ഞുകൊണ്ട് കയറ്റി ഒരു ഹാള്, വിവേകാനന്ദ സ്വാമി ഇരുന്ന് ധ്യാനിച്ച ഹാളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഹാള്. ഞാനും വിചാരിച്ചു ശരി സമാധാനം, കുറച്ച് നേരം അവിടെ ഇരിക്കുക, ഒരു 5 മിനിറ്റ്. അപ്പം ചേച്ചിയും കുറച്ച് റിലാക്സ് ആയി ഇരിക്കുമല്ലോ, എനിക്ക് ആ സമയം കൊണ്ട് പറ്റുന്നത്ര മാല ജപിക്കാം എന്നൊക്കെ കരുതി ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി. മൊബൈലൊന്നും ആരുടെയും റിങ് ചെയ്യിക്കത്തില്ല, അത് ഗ്യാരണ്ടി. സത്യം പറയാ ഭഗവാനെ, ഞാൻ എന്തിനിത്ര നേരം ഈ പറയുന്ന ബോട്ട് കാത്തു നിന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറി എന്നായിപ്പോയി. ശരിക്കും പറയാം, പോയവർക്കറിയാം. കുശു 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 അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ ഈ ചെറിയ കുശു 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 അങ്ങോട്ടേക്ക് ഭീമാകാരമായ ശബ്ദമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ കാലിലിട്ടിരിക്കുന്ന ചിലങ്ക പോലത്തെ ചിൽ 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 നാഗവല്ലി പാദസര സൗണ്ടും എല്ലാം കൂടി ആയപ്പം മെഡിറ്റേഷൻ അല്ല, വിവേകാനന്ദ സ്വാമിയും കൂടി ആ കടലിൽ ചാടി പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതി. ചേച്ചി എന്നോടേക്ക് ജപിക്കുന്നില്ലേ,
ഞാൻ പറഞ്ഞു അല്ല ഞാനേ ഇവിടെ ഇപ്പം നമ്മൾ കാണാൻ വന്നല്ലേ, നമ്മൾ കണ്ടു, നമുക്ക് അടുത്ത ബോട്ടിൽ തിരിച്ചു പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയൊക്കെയോ അടുത്ത ബോട്ടും പിടിച്ച് അതിന് വീണ്ടും ഒരു 1.5 മണിക്കൂർ ലൈൻ നിന്നിട്ട് അങ്ങ് എത്തി അക്കരയ്ക്ക്. അന്ന് ഞാൻ മനസ്സിലാക്കിയൊരു വാസ്തവമാണ്. എന്താണെന്നറിയോ, മെഡിറ്റേഷൻ ചെയ്യണോ നമ്മൾ നമ്മുടെ അടച്ചിട്ടൊരു റൂമിൽ ഇരുന്നിട്ടാണെങ്കിൽ സ്വസ്ഥമായിട്ട് നമുക്കിരിക്കാം. യാതൊരു തരത്തിലുള്ള സൗണ്ട് ഡിസ്റ്റർബൻസും ഇല്ലാതെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നിടത്ത് ഇരുന്നാൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. ഇപ്പോഴും ഞങ്ങൾ ചാറ്റ് ചെയ്യുമ്പോൾ എന്നോട് പറയും, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഇട്ടു, ചേച്ചി നമുക്ക് പഴനി പോണ്ടായോ? ആ പഴനി പോകാം. ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കുന്നത് നിങ്ങളെ കന്യാകുമാരിയിലോട്ടൊന്നല്ലല്ലോ, പഴനിക്കല്ലേ, അതാ പറഞ്ഞത് പോകാമെന്ന്. ഞാൻ പറഞ്ഞു ശരി. സീരിയൽ കുടുംബത്തിൽ ഇപ്പോഴും ഞങ്ങളെ വെറുതെ ആരെങ്കിലുമൊക്കെ കളിയാക്കും. ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും ഡയറക്ടേഴ്സും ഒക്കെ ഉണ്ടല്ലോ അതിൽ. എന്താ പറയുക, ആരെങ്കിലും കളിയാക്കി ഒരു മെസ്സേജ് ഇടും, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മതി, ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾ എന്തെങ്കിലും പറഞ്ഞാൽ മതി, ഉടനെ ഒരു മെസ്സേജ്. നമ്മുടെ അമ്പിളി സോമം പണ്ട് ജീജ ചേച്ചിയും കൂടി മെഡിറ്റേഷന് പോയതുപോലെ ആവരുതെന്ന്. അതിപ്പോൾ ഒരു ക്യാപ്ഷനാണ് അതിൻ്റെ അകത്ത്. ആലോചിച്ച് നോക്കണേ. ഇപ്പോഴും പറയും ഡയറക്ടർ സൈചേട്ടനും റൈറ്റർ പ്രവീണേട്ടനും ഒക്കെ പറയും, ഇതേ നമ്മുടെ അമ്പിളി സോമൻ ജീജ സുരേന്ദ്രനെയും കൂട്ടിയിട്ട് ജപിക്കാൻ വേണ്ടിയിട്ട് വിവേകാനന്ദ പാറയിൽ പോയ പോലെ ആവരുത് ഈ കാര്യം എന്ന്. അങ്ങനെ ഒരു ക്യാപ്ഷനായി മാറി ഇപ്പം ഞങ്ങളുടെ സീരിയൽ കുടുംബത്തിൽ. അങ്ങനെ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളെപ്പോഴും ധ്യാനത്തിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നല്ല പരിശുദ്ധമായിരിക്കണം, നീറ്റായിരിക്കണം, ക്ലീൻ ആയിരിക്കണം, അതുപോലെ നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമായിരിക്കണം. മനസ്സിലായില്ലേ? അതൊക്കെ രസം തന്നെയാണ്. സീരിയൽ കുടുംബത്തിൽ കയറിയ ഭയങ്കര രസമാണ്. കയറി നോക്കണം. അതൊരു വാട്സപ്പ് ഗ്രൂപ്പാണ് കേട്ടോ. 5-6 ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ കിടക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കയറി നോക്കണം. നമ്മളെ ഇങ്ങനെ എടുത്തിട്ട് കൊല വിളിച്ച് എന്താ പറയുക, വധിച്ചിങ്ങോട്ട് കയ്യിൽ തരും. അത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേക്ക് ആരോ മെസ്സേജ് ഇട്ടു, എന്താണ്, ആ ഷഷ്ടി പൂർത്തിയൊക്കെ ആയല്ലേ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ, മേക്കപ്പിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മളെ കൊല വിളിച്ചു തരും. ഞാൻ പറഞ്ഞു ആരാ പറഞ്ഞേ ഷഷ്ടി പൂർത്തിയായെന്ന്? എങ്കിൽ പറ, ഇവിടെ പറ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, പറയില്ല, കിട്ടുന്ന ചാൻസ് എന്തിനാ ഒഴിവാക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയും. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടി കഴിയുമ്പോഴേ ലൊക്കേഷനിൽ പോകുമല്ലോ നമ്മൾ ഷൂട്ടിന് രാവിലെ. അപ്പം ലൊക്കേഷനിൽ പോകുമ്പോൾ നമ്മൾ ഒട്ടും മേക്കപ്പ് ഇടാതല്ലേ പോവുക, കാരണം അവിടെ ചെന്നിട്ട് നമ്മൾ മേക്കപ്പ് ഇടണമല്ലോ. അയ്യോ ഞാൻ സബ്ജക്റ്റിൽ നിന്ന് പുറത്ത് പോകുന്നു. ചെന്നിട്ട് നമ്മൾ മേക്കപ്പ് ഇടാണല്ലോ ചെയ്യുക, കാരണം നമ്മൾ മേക്കപ്പ് ഇട്ട് പോയി കഴിഞ്ഞാൽ മേക്കപ്പ് മാൻ പിന്നെ അത് ക്ലീൻ ചെയ്യാൻ ഒരു നേരം എടുക്കും. അപ്പോൾ അവിടെ ചെല്ലുമ്പം എങ്ങനെയാണെന്ന് അറിയാം. ഒരു ദിവസം ഞാൻ ചെന്നപ്പോഴേക്കും നമ്മുടെ, നിങ്ങൾ എത്ര പേര് കുടുംബവിളക്ക് സീരിയൽ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആ സീരിയലിൽ സമ്പത്ത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്ത ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, സായി എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ചെന്നൈയിലുണ്ട്, നാളെ ഇങ്ങോട്ട് വരും. അപ്പം സായി ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ അടുത്ത് രാജമണ്ണാർ വകേര എന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്തു തമിഴിൽ. അതിലവൻ എൻ്റെ അനിയനായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഒരു MP ക്യാരക്ടറാണ് എനിക്ക്. അപ്പോൾ രാവിലെ എനിക്ക് 7 മണിക്കാണ് ഷൂട്ട് പറഞ്ഞത്. അപ്പം ഡയറക്ടേഴ്സ്, കൺട്രോളേഴ്സ്, ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഉണ്ട്, മേക്കപ്പ് മാൻ, ടെക്നീഷ്യൻസ് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, നേരെ എൻ്റെ ഡ്രസ്സും കോസ്റ്റ്യൂമൊക്കെ ആയിട്ട് അങ്ങ് ചെന്നു. ഉടനെ ഇവൻ ഒരു കാപ്പിയുടെ ഗ്ലാസും കൊണ്ട് പുറത്തുനിന്ന് വരിക. അപ്പനോടിക്കാ, ഹാ എടി സോമേട്ടാ അല്ലേ, നീ സോമേട്ടനല്ലേ? ഞാൻ പറഞ്ഞു ആ എന്ന് പറയാം. അപ്പം എനിക്ക് അപ്പോഴേ തോന്നി ഇവൻ എന്തോ പറയാൻ വേണ്ടി വരികയാണെന്ന്. സംഭവം അങ്ങനെ എൻ്റെ പേര് അമ്പിളി സോമൻ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ വിളിച്ച് കളിയാക്കുന്നല്ല, അങ്ങനെ വിളിക്കും. അപ്പം ഞാൻ പറയും എന്താടാ, അല്ല എനിക്ക് പെട്ടെന്ന് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞാൻ എന്താടാ, വളരെ സീരിയസ് ആയിട്ടായിരിക്കും പറയാം, ഫുൾ എക്സ്പ്രഷനും അവൻ്റെ നവരസങ്ങളും അവൻ്റെ മുഖത്തുണ്ടാവും. ഞാൻ എന്താടാ, അല്ല മേക്കപ്പ് അഴിച്ചപ്പം പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് നീ ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് അടി, അതാണ് ചോദിച്ചത്. ഞാൻ പറയും മര്യാദയ്ക്ക് പൊക്കോ, രാവിലെ തന്നെ നീ എൻ്റെ മൂഡ് കളയണ്ട, ഫസ്റ്റ് സീൻ എട്ടിയാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ കുറേ രസങ്ങളും തമാശകളും ഒക്കെ അടങ്ങിയ ഒരു ലൈഫാണ് ഈ ഒരു ഫിലിം ഫീൽഡ് എന്ന് പറയുന്നത്. ഭയങ്കര രസമാണ്. ഞാനും കാണാറില്ല മാതാജി, സമയം കിട്ടാറില്ല. മഞ്ജരീസ് തുടങ്ങിയും പിന്നെ തീരെയും കാണാറില്ല. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ളത് പരിശുദ്ധവും നല്ല ശുചിയായിട്ടുള്ളൊരു സ്ഥലവും തിരഞ്ഞെടുക്കുക. അപ്പോഴേ നമുക്ക് എന്താണ് നല്ല ഏകാഗ്രതയോട് കൂടി നമുക്കൊരു എന്താ പറയുക, നമുക്ക് ധ്യാനിക്കാൻ പറ്റും. അങ്ങനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സങ്ങട് വളരെയധികം ശാന്തമായിരിക്കും. മറ്റു ചിന്തകളൊന്നും നമ്മളെ അലട്ടില്ല. അങ്ങനെ അലട്ടാതെ നമ്മൾ നട്ടലൊക്കെ നിവർത്തിയിരുന്ന് ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരൻ കുടികൊള്ളും. അങ്ങനെ ഈശ്വരൻ കുടികൊള്ളുന്ന ഒരു ദിവസം ധ്യാനിച്ചുകൊണ്ട് ഈശ്വരൻ വന്നിരിക്കില്ല കേട്ടോ. നമ്മൾ കുറച്ച് അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഒരുപാട് ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരുപാട് വികാരങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും.
ഓക്കെ, അങ്ങനെ കൺട്രോൾ ചെയ്ത് നമ്മൾ പയ്യെ 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 ഒരു സാത്വിക മനോഭാവത്തിലേക്ക് നമ്മൾ ഉയരും. അങ്ങനെയാണ് നമ്മൾ വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ അധികം ഉയരത്തിലുള്ളതോ അധികം താണതോ അല്ലാത്ത സ്ഥിരമായ ഒരു ആസനം ഉണ്ടായിരിക്കണം. നമ്മൾ എപ്പോഴും ധ്യാനിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഉയരത്തിൽ കയറിയിരുന്ന് ധ്യാനിക്കരുത്. ചില ആളുകൾ കാണാം കട്ടിലിൻ്റെ മേളിൽ കസേരയുടെ മുളക്ക്, അങ്ങനെയല്ല. അധികം താണും പോകരുത്, അധികം ഉയരത്തിലും പോകരുത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്കിരിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, വേദികയോ അതാരാണ് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസിൽ ഒരു കുഷ്യനൊക്കെ ഇട്ടിട്ട് നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് ധ്യാനിക്കണം. ഓക്കെ, അതാണ് വേണ്ടത്. അതിൽ ഒരു ആദ്യം ദർബയിലൊന്നും നമുക്ക് വാങ്ങിക്കാനും കിട്ടത്തില്ല, ഇരിക്കാനും പറ്റത്തില്ല. ഓക്കെ, ദർബ അല്ലെങ്കിൽ പിന്നെ ഒരു കൃഷ്ണാജിനം, അതായത് ഇരിക്കാൻ പറ്റുന്ന ഒരു ആസനം എന്നാണ്, അതുകൊണ്ടാണ് ഉദ്ദേശിച്ചത്. അതിന് മേലെ ഒരു മൃദുവായിട്ടുള്ള ഒരു വസ്ത്രമൊക്കെ വിരിച്ച്, അതായത് ഒരു നല്ല തുണിയൊക്കെ വിരിച്ചിട്ട് അതിലിരുന്ന് ഇന്ദ്രിയ മനോവൃത്തികളെ അടക്കിയിട്ട് ധ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഇന്ദ്രിയ മനോവൃത്തികളെ, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അടക്കി വെക്കണം. നമ്മൾ ഇങ്ങനെ ധ്യാനിക്കാനിരിക്കുമ്പം എനിക്ക് കുറച്ച് ചൂടെടുക്കുന്നു, അല്ലെങ്കിൽ ഡ്രസ്സ് ഇങ്ങനെ ടൈറ്റാണ്, അല്ലെങ്കിൽ അത് ഇത് അങ്ങനത്തെ ചിന്തകളൊന്നും ഉണ്ടാവരുത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫ്രീ ആയിരിക്കണം. കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആക്കിയിട്ട് നമ്മുടെ മനസ്സിങ്ങനെ ഏകാഗ്രമാക്കി കൊണ്ടുവരിക. നമ്മുടെ ശ്വാസോച്ഛ്വാസം, ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തെ നമ്മൾ തന്നെ കൗണ്ട് ചെയ്യുക. ആ ശ്വാസം പതുക്കെ പുറത്ത് വിടുന്നതായിട്ട് നമ്മൾ തന്നെ ഫീൽ ചെയ്യുക. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാമെന്നറിയോ? എന്താ പറയുക, ഈ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടല്ലോ, ഇപ്പം ഇങ്ങനെ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, ഇങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന ടൈപ്പ് വാട്ടർഫോൾസ് വീടുന്ന സംഭവമില്ലേ, അങ്ങനത്തെ ഒരു ചെറിയ സാധനമൊക്കെ വാങ്ങി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ശബ്ദമൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ധ്യാനിക്കുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസിൽ ഇരുന്നിട്ട്. ഇവിടെ എൻ്റെ ഈ ഫ്ലാറ്റ് ഭയങ്കര സൈലൻസാണ്, വേറെ സൗണ്ട് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര സുഖമായിട്ടിരുന്ന് ധ്യാനിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? ധ്യാനിച്ചു പോവുക. ബിന്ദുമേ ഒരു മിനിറ്റ്. ഇരിക്കുമ്പോൾ ദേഹവും തലയും കഴുത്തും ഒരേ നിലയിൽ നിവർന്നിരിക്കണം. നമ്മളിങ്ങനെ ധ്യാനിക്കാനിരിക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നെറ്റ് കണക്ഷനോ? എനിക്കിവിടെ പ്രശ്നമില്ലല്ലോ, കറക്റ്റാണ്. നമ്മൾ ഇരിക്കുന്ന സമയത്ത് ധ്യാനിക്കാനിരിക്കുമ്പം ഒരു മിനിറ്റ്, നമ്മൾ ധ്യാനിക്കാനിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം, ഓക്കെ, നമ്മുടെ ശരീരം ഓക്കെ 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 ശരീരവും നമ്മുടെ തല, കഴുത്ത്, നമ്മുടെ ബോഡി, ഇതൊക്കെ ഒരേപോലെ നമ്മളിങ്ങനെ നിവർന്നിരിക്കണം. അല്ലാതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഇങ്ങനെ ഇരുന്ന് ധ്യാനിക്കൽ ഒരു അർത്ഥമില്ല. ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ധ്യാനിക്കാനിരിക്കുമ്പം ഇങ്ങനെയൊക്കെ ഇരിക്കും, പിന്നെ നല്ല കൂർക്കം വലിയായിട്ട് ഇരിക്കും, ഇരുന്നങ്ങനെ കൂർക്കം വലിച്ച് ഇങ്ങനെ അങ്ങ് വീഴും. അത് ധ്യാനമല്ല. അതിനെ ഒരിക്കലും ധ്യാനം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇരിക്കുമ്പം നന്നായിട്ട് ശരീരവും കഴുത്തും നമ്മുടെ ദേഹമൊക്കെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് ധ്യാനിക്കും. നമ്മുടെ കണ്ണുകളൊക്കെ അടച്ച് നമ്മുടെ 2 കണ്ണുകളുടെ കൃഷ്ണമണി നേരെ നമ്മുടെ ഈ പൊട്ട് വെക്കുന്ന പോയിന്റിലേക്ക് കൊണ്ടുവന്ന് അവിടെ തന്നെ നമ്മളിങ്ങനെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ച് നമ്മളിങ്ങനെ ആലോചിച്ചിങ്ങനെ ഭയങ്കര ഫീലായിരിക്കും. നമുക്ക് ഭയങ്കര ഫീലായിരിക്കും. നല്ല സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ ഒരു ഏർലി മോർണിംഗ് ഒരു 4:30-5 മണി സമയത്തൊക്കെയാണെങ്കിൽ ഭയങ്കര സുഖമായിരിക്കും. ഞാൻ മിക്കപ്പോഴും ടെറസിൻ്റെ മേളിൽ പോയിരിക്കാറുണ്ട്. ആ സമയത്ത് ഭയങ്കര ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീലായിരിക്കും. ഒന്നാമത്തെ കാര്യം, പുറത്ത് നല്ല ഓക്സിജൻ ആയിരിക്കും ആ സമയത്ത്, അറിയോ? നല്ല ഓക്സിജൻ ആയിരിക്കും. അങ്ങനെ നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ ഭയങ്കര സുഖമാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ധ്യാനം, നമ്മൾ ഏകാഗ്രമായിട്ട് ധ്യാനം നമ്മൾ പരിശീലിക്കണം എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. കാരണം നമ്മുടെ മനസ്സിൻ്റെ കുറേ സ്ട്രെസ്സ് കുറഞ്ഞു കിട്ടും. നമുക്ക് ഒരുപാട് സ്ട്രെസ്സാണ് ജീവിതത്തിൽ, അല്ലേ? നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ, നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്തതും ചെയ്യാത്തതുമായ പല 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 കുടുംബ പ്രശ്നങ്ങൾ, നമ്മുടെ ജോലി സ്ഥലത്തുള്ള ടെൻഷനുകൾ, അതുപോലെ നമ്മുടെ മക്കളുടെ കാര്യത്തിലുള്ള സ്ട്രെസ്സ്, ഒരുപാട് സ്ട്രെസ്സാണ് നമുക്ക്. കുറച്ചും ചില്ലറയൊന്നുമല്ല, ഭയങ്കര ടെൻഷനാണ്. അടുത്ത മാസം ഒരു കല്യാണം ഏതെങ്കിലും കുടുംബത്തിൽ വരുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ അത് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കണം. കാരണം ഗോൾഡിനൊക്കെ 45,000-50,000 ഒക്കെ ആയി. അവരാണെങ്കിൽ 5 കൊല്ലം മുമ്പേ നമുക്ക് 3-4 പവനും തന്നിട്ടുണ്ടാവും. ഇതൊക്കെ ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്, അല്ലേ?
അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം വേണം. നമുക്ക് ചുറ്റുമുള്ള ആരൊക്കെ നമ്മളോട് വന്നിട്ട് ആശ്വാസവും സമാധാനവും പറഞ്ഞാൽ തന്നെയും നമ്മൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സമാധാനമുണ്ട്, ഒരു ആശ്വാസമുണ്ട്. അതിനേക്കാൾ വലുത് നമുക്ക് എവിടെ നിന്നും കിട്ടാനില്ല, അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സ്വയം നമ്മളുടെ ഉള്ളൊന്ന് ക്ലീൻ ചെയ്യുക. അങ്ങനെ ക്ലീൻ ചെയ്ത് നമ്മളൊന്ന് സമാധാനത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ പോകുമ്പോൾ ഉണ്ടാവുന്ന ഗുണം എന്താ അറിയോ? നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവില്ല, ഷുഗർ ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? പ്രഷർ ഉണ്ടാവില്ല, കൊളസ്ട്രോൾ ഉണ്ടാവില്ല, ഒട്ടുമിക്ക അസുഖങ്ങളും നമ്മൾക്ക് മാറിക്കിട്ടും. നല്ല ബെസ്റ്റ് ഓക്സിജൻ നമ്മളുടെ ബോഡിയിലേക്ക് എത്തുമ്പോഴേക്ക് തന്നെ ഒട്ടുമിക്ക അസുഖങ്ങളും മാറിക്കിട്ടും. ഇപ്പോൾ ഒരു കിണറിന് നമ്മൾ വെള്ളം കോരിയെടുക്കുമ്പം മഴ പെയ്ത് വെള്ളം ഫുള്ളായിട്ട് കിട്ടുന്ന നല്ല തെളിഞ്ഞ വെള്ളം കോരിയെടുക്കുന്നതും കിണർ വറ്റിയിട്ട് അടിയിൽ നിന്നെടുക്കുന്ന നമ്മുടെ കലങ്ങിയ വെള്ളവും തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലേ? രണ്ടും വെള്ളമാണെങ്കിലും രണ്ടിനും വ്യത്യാസമുണ്ട്. അപ്പം ആ കലങ്ങിയ വെള്ളം കൊണ്ടുപോയിട്ട് നമ്മൾ ഊറി കിട്ടാൻ വെച്ചിട്ട് കിട്ടുന്ന വെള്ളത്തിനും വ്യത്യാസമുണ്ട്. അതുപോലെയാണ് നമ്മുടെ ബോഡിയും. നമ്മുടെ ശരീരത്തിൽ ബെസ്റ്റ് ഓക്സിജൻ കയറുന്നതും അതുപോലെ തന്നെ ഈ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, അത് ഇത് എല്ലാം കൂടി പൊടിപടലങ്ങൾ ഇതെല്ലാം കൂടെ മിക്സ് ആയിരിക്കുന്ന സിറ്റി ലൈഫിലെ ഓക്സിജൻ കയറുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആലോചിച്ച് നോക്കണം. എന്താപ്പ കഥ? ഇവിടെ നെറ്റ് ഓക്കെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് നിറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ധ്യാനം പരിശീലിക്കുക. നിങ്ങൾ 16 മാല ജപിച്ചോളൂ, 32 ജപിച്ചോ, 96 ജപിച്ചോ, എത്ര വേണമെങ്കിലും ജപിച്ചോ, ഡെയിലി വിളക്ക് വെച്ചോ, ഡെയിലി പ്രാർത്ഥിച്ചോ, ഡെയിലി വീട്ടിലെല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തോളൂ. ഇതെല്ലാം ചെയ്തിട്ട് നമ്മുടെ നെഞ്ചിൽ എന്തോ ഒരു ഭാരം, എന്തോ ഒന്ന് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഒരു ആശ്വാസം, ഒരു സമാധാനം കിട്ടുന്നില്ല. ഒരു വിഷയം വരുമ്പോൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല, സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ആകെപ്പാടെ നമ്മളൊരു ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ അതിന് ഏറ്റവും നല്ല മെഡിസിൻ എന്ന് പറയുന്നത് ധ്യാനമാണ്. സ്വയം ധ്യാനിക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 20 മിനിറ്റ് നമ്മളത് പരിശീലിക്കുകയാണെങ്കിൽ, ദിവസേന ഒരു 20 മിനിറ്റ് നമ്മളത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നമ്മുടെ സ്ട്രെസ്സിൽ നിന്ന് പുറത്തു വരാം. ഒരുപാട് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിന് തന്നെ നമുക്ക് വ്യത്യാസം വരും. നമ്മുടെ ശരീരത്തിൻ്റെ താപത്തിന്, അതുപോലെ ലേഡീസിൻ്റെ ഈ പീരീഡ്സിൻ്റെ കുറേ പ്രശ്നങ്ങൾ, PCOD, തൈറോയിഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് മാറ്റം വരാനുണ്ട് ഈ ധ്യാനത്തിലൂടെ. അറിയാവോ? യോഗയും അതിലേക്കൊന്നും നമ്മൾ പോണ്ട. നമുക്ക് ഇതുപോലെ നമ്മളൊന്നിങ്ങനെ ധ്യാനിച്ച് നമ്മൾ തന്നെ നമ്മുടെ ബോഡിയെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രം മതി. എത്ര പേർക്ക് ശരിയായി കേൾക്കാം നെറ്റിൻ്റെ ഇഷ്യൂസ് ഇല്ലാതെ? എത്ര പേർക്ക് ശരിയായി കേൾക്കുന്നുണ്ട് നെറ്റിൻ്റെ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ? കേൾക്കാം. 2, 3, 4, 5, 6, 7 സുജാത മാതാജി ഇല്ല, 8, 9, 10. അപ്പം എൻ്റെ നെറ്റിൻ്റെ പ്രോബ്ലം അല്ല, അപ്പം അവനവൻ്റെ സ്ഥലങ്ങളിലെ നെറ്റിൻ്റെ ഇഷ്യൂസാണ്. ഓക്കെ. അപ്പം എല്ലാവരും നാളെ മുതൽ ഒരു അരമണിക്കൂർ വേണ്ട, ഒരു 20 മിനിറ്റ് ധ്യാനത്തിന് വേണ്ടി ചിലവഴിക്കുക. അത് കഴിയുന്നതും നിങ്ങൾ ഏർലി മോർണിംഗ് ചെയ്യും. ഏർലി മോർണിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ. പിന്നെന്താ പറയുന്നത്? മൂലാധാരം മുതൽ സഹസ്രാരം വരെ സുഷുമ്നാ നാഡിയിൽ കൂടി പ്രാണൻ സഞ്ചരിക്കുമ്പോഴാണ് ധ്യാനം സഫലമായി തീരുന്നത്. മൂലാധാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്മുടെ മൂലാധാരം മുതൽ സഹസ്രാരം വരെ, അതായത് ഇവിടം വരെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ മൂലാധാരം ഉള്ളിലേക്ക്, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന പോലെ ഉള്ളിലേക്ക് വലിച്ചു വെച്ചിട്ട് നമ്മൾ ശ്വാസം എല്ലാം പുറത്തേക്ക് എടുത്തിട്ട് ഇവിടം വരെ നമ്മുടെ എന്ത് സഞ്ചരിക്കണം? പ്രാണൻ സഞ്ചരിക്കണം. നമ്മുടെ ഉള്ളിലുള്ള ജീവൻ ഇവിടം വരെ സഞ്ചരിക്കണം. അത് ആദ്യം ഒന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ കിട്ടില്ല. അത് പയ്യെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് അത് ശരിയായി മാറുന്നത്. ആ ശരിയായ ഫീലിങ്ങിലേക്ക് അത് എത്തുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഒരു ലൈഫിൽ കുറേ മാറ്റങ്ങൾ കിട്ടും. 1, 2, 3, 4 ദിവസം കൊണ്ടൊന്നും ഒരു മാറ്റം കിട്ടില്ല കേട്ടോ. പയ്യാണ് നമുക്ക് മാറ്റം കിട്ടുന്നത്. ഓക്കെ. അതുകൊണ്ട് യാതൊരു ഇളക്കവും ഇല്ലാതെ നമ്മൾ അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടണമെങ്കിൽ നോക്കാം മോളെ, അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ബോഡി ഇളകരുത്.
ഇളകാതെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് കുറേ നേരം ഇരുന്നിട്ട് ഇങ്ങനെ 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 ഇളകാതൊന്നുമില്ല. നമ്മളിങ്ങനെ തന്നെ ഇരുന്നിട്ട് നമ്മൾ ധ്യാനിക്കണം. ഭയങ്കര ഫീലായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സൗണ്ടും ഇല്ലാതിരുന്ന് ചെയ്തപ്പോൾ തന്നെ നല്ല ഫീല് കിട്ടുന്നുണ്ട്. അതുപോലെ മനസ്സിലായില്ലേ? അതുപോലെ ഇരുന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര ഫീലാണ്. ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ ചെയ്ത് നോക്കുക. ഒരു ജസ്റ്റ് നിങ്ങളെല്ലാവരും ഒരു 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 ഞാൻ ഹരേ കൃഷ്ണ എന്ന് പറയുന്നത് വരേക്കും ഒന്ന് ഇരുന്ന് നോക്കുക. അങ്ങനെ വെറുതെ ഒന്ന് ഇരുന്ന് നോക്കൂ. നിങ്ങൾ കട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ ഇരിക്കുന്നിടത്തിരുന്ന് ചെയ്യൂ. കൂടുതലൊന്നും ചെയ്യണ്ട. ഇരിക്കുന്നിടത്തിരുന്നിട്ട് സ്വസ്ഥമായിട്ട് നമ്മുടെ മൂലാധാരം ഉള്ളിലേക്ക് ടൈറ്റാക്കി പിടിച്ചിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് ഇവിടെ നമ്മൾ ശ്വാസം ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ നമ്മൾ വായിലൂടെ ശ്വാസം ഒഴിവാക്കുക. ഓക്കെ? നമ്മുടെ 2 കണ്ണിൻ്റെയും കൃഷ്ണമണി നമ്മുടെ ഈ പുരികത്തിൻ്റെ നടുക്ക് പൊട്ട് വെക്കുന്നിടത്തേക്ക് ആ 2 കണ്ണിൻ്റെ കൃഷ്ണമണിയെയും നമ്മൾ അങ്ങോട്ട് തന്നെ നോക്കുക. ആ പൊട്ട് വെക്കുന്നിടത്തേക്ക് തന്നെ നോക്കാം. ചെയ്ത് നോക്കിക്കേ. ഒരു സെക്കൻഡ് ചെയ്ത് നോക്കിക്കേ. റെഡി? 1 2 3 ചെയ്ത് നോക്കൂ. ഒരു സെക്കൻഡ് ചെയ്യൂ എല്ലാവരും. മൂലാധാരം ടൈറ്റാക്കി ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചിട്ട് ശ്വാസം മുഴുവൻ എത്ര ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുമോ അത്രയും ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഒരു നിമിഷം അത് ഹോൾഡ് ചെയ്ത് വെച്ച് പയ്യെ വായിലൂടെ റിലീസ് ചെയ്യുക. മൂക്കിലൂടെ മാക്സിമം ശ്വാസം എടുക്കുക. രണ്ട് കണ്ണുകളുടെ കൃഷ്ണമണിയും പൊട്ട് വെക്കുന്ന ഭാഗത്തേക്ക് തന്നെ ശ്രദ്ധിക്കുക. അങ്ങോട്ട് തന്നെ നോക്കുക. കണ്ണുകൾ അടച്ച് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നല്ലൊരു ഫീല് നിങ്ങൾക്ക് കിട്ടിയില്ലേ? നമ്മുടെ തലയും എല്ലാം എന്തോ ഒരു അവസ്ഥയിലോട്ട് എത്തുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നില്ലേ? ഭയങ്കര ഒരു ഫീലാണ്. നല്ല ഫീലാണ്. ജിഷ മാതാജി ഉറങ്ങിപ്പോയെന്ന്. ഭയങ്കര ഫീലാണ്. ഭയങ്കര റിലാക്സ് ആണ് നമുക്ക്. കാരണം നമ്മുടെ ബോഡിയിൽ നമ്മുടെ ആ ബ്ലഡിലേക്ക് ഓക്സിജൻ അങ്ങ് ക്ലിയർ ആവും. മീൻസ് ഓക്സിജനെ മിക്സ് ആവും നമ്മുടെ ബ്ലഡിലേക്ക്. ഭയങ്കര ഫീലായിരിക്കും. ഇത് ഡെയിലി രാവിലെ ഒരു 5:30 പോട്ടെ, ഒരു 5 മണിക്കൊക്കെ ഇരുന്ന് നിങ്ങൾ ഒരു 20 മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാൾ സുഖം വേറെ ഒന്നും ഇല്ല എന്നുള്ളതാണ്. അന്നത്തെ ദിവസമേ നമുക്ക് പെർഫെക്റ്റ് ആയിരിക്കും. എന്ത് പ്രശ്നങ്ങളല്ല, എന്ത് പ്രതിസന്ധികളല്ല നമ്മുടെ മുമ്പിൽ വന്ന് നിന്നാലും നമ്മൾ കൂളായിരിക്കും. മനസ്സിലായില്ലേ? ഹരേ കൃഷ്ണ ശ്രീല മാതാജി. നല്ല ഫീല് കിട്ടും ത്രിവേണിയമ്മേ. ത്രിവേണിയമ്മൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായില്ലേ? ഭയങ്കര ഫീലാണ് നമുക്ക്. നമ്മളുടെ ബോഡി അങ്ങ് ഭയങ്കര റിലാക്സ് ആയി നമ്മളിങ്ങനെ ഒരു എത്ര പ്രാവശ്യം എന്നില്ല മാതാജി, നമുക്കൊരു 20 മിനിറ്റ്. അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 20 മിനിറ്റ് ടൈം മൊബൈലിൽ അലാറം സെറ്റ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് ആദ്യം അല്ലെങ്കിൽ ഒരു കൗണ്ടർ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഹരേ കൃഷ്ണ അങ്ങനെയൊക്കെ. ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. യോഗയുടെ ഭാഗമാണിത്. യോഗയുടെ സമ്പൂർണത എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട് ശ്രീല പ്രഭുപാജിയുടെ. ഞാനത് എടുത്തരാം നിങ്ങൾക്ക്. അപ്പോൾ അത്
നല്ല ഫീൽ കിട്ടും. അമ്മ ആ ആദ്യത്തെ പുസ്തകങ്ങളുടെ അട്ടി ഇങ്ങടുത്തെ, പ്രഭുപാജിയുടെ ബുക്സ് മാത്രം വെച്ചില്ല, ഇപ്പുറത്ത് അതന്നെ ഒരു 10 ബുക്ക് ഇങ്ങടുത്തെ. ഒരു ബുക്കുണ്ട് യോഗയുടെ സമ്പൂർണത എന്ന് പറഞ്ഞിട്ട്, ഭയങ്കര ഫീലാണ്. പ്രഭുപാജി അങ്ങ് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്, ഒരു രക്ഷയില്ല. പ്രഭുപാജിയുടെ ബുക്ക് കുറേ ഉണ്ട് കേട്ടോ. ഉണ്ടോ? ഭയങ്കര ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീലാണ്. ഈ ബുക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് എടുത്തിരുന്നില്ല, ക്ലാസ് എടുത്തിരുന്നില്ല. യോഗം, ഭക്തിപൂർവകമായ കർമാനുഷ്ഠാനം, ഗംഭീര ബുക്കാണ്. അർജുനൻ തിരസ്കരിച്ച യോഗം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. ശ്രീല പ്രഭുപാജിയുടെ ഒരു ബുക്കാണത്. ഇതൊക്കെ നമ്മൾ ഇതിലൂടെയൊക്കെ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴേ നമുക്ക് ഭയങ്കര നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, പിന്നെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിളക്കവും ഇല്ലാതെ നമ്മൾ നിവർന്നിരുന്നിട്ട് വേണം ഇത് ചെയ്യാൻ. മിതമായ ഭക്ഷണവും വിനോദവും വ്യായാമവും ഉറക്കവും ഉള്ളവനെ ധ്യാനം സാധിക്കൂ. വയറ് നിറച്ചും ഫുഡ് കഴിച്ചിട്ട് പോയിട്ട് യോഗ ചെയ്യാനൊന്നും ഇരിക്കരുത്, അത് നമുക്ക് ഡിസ്റ്റർബ്ഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ രാവിലെ ഏർലി മോർണിംഗ് ചെയ്യുക. ഏർലി മോർണിംഗ് ചെയ്ത് കഴിയുമ്പോൾ അത് പക്കയാണ് ആ ടൈം. പിന്നെ നമ്മൾ അന്നത്തെ ഒരു ദിവസം കഴിച്ച ഫുൾ ഫുഡും, അതായത് ഇന്നിപ്പം നാളെ ഇപ്പോൾ വെളുപ്പിനെ ഞാൻ ഈ ഒരു ധ്യാനം ചെയ്യാൻ പോവുകയാണെങ്കിൽ, ഇന്ന് ഞാൻ എന്തെല്ലാം ഭക്ഷണം കഴിച്ചിരിക്കുന്നോ ആ ഭക്ഷണം നമ്മൾ ചെയ്ത വിനോദം, അതായത് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, അവിടെ ചെയ്ത് ഇവിടെ ചെയ്ത്, വ്യായാമം, ഇതെല്ലാം അതിൽ കാൽക്കുലേറ്റഡ് ആണ്. ഓക്കെ, നമ്മൾ എത്രത്തോളം ജോലി ചെയ്തു, എത്ര ഉറങ്ങി, അതുപോലെ എത്ര ഭക്ഷണം കഴിച്ചു, ഇതെല്ലാം മിതമായിരിക്കണം. ഒരുപാട് ഫുഡൊന്നും കഴിച്ചിട്ട് നമ്മൾ ഇത് ചെയ്യാൻ പോയാലും ഒരു പ്രയോജനവും ഇല്ല. പൊണ്ണത്തടിയന്മാരും പൊണ്ണത്തടിച്ചികളുമായി മാറും. മനസ്സിലായില്ലേ? ഇത് നിങ്ങൾക്കൊരു 70% വരേക്കും ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ മെന്റലി ഫിസിക്കലി നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഡെയിലി ഒരു 20 മിനിറ്റ്, ഏറ്റവും കുറഞ്ഞത് ഒരു 1 ടൈം, ഒറ്റ സമയം, ഒറ്റ പ്രാവശ്യമെങ്കിലും. നിങ്ങൾ ഒറ്റയ്ക്കാണ് വീട്ടിലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു സമയത്ത്, വൈകിട്ട് ഒരു സമയത്ത്, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ലതാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ രാവിലെ മാത്രമെങ്കിലും നിങ്ങൾ ചെയ്യാം. ജീവിതത്തിൽ ഭയങ്കര റിലാക്സ് ആയിരിക്കും. സങ്കല്പങ്ങളിൽ നിന്നുണ്ടാകുന്ന വിഷയാഭിലാഷങ്ങളെ എല്ലാം ഉപേക്ഷിച്ചിട്ട്, കുറേ സങ്കല്പമുണ്ട് നമുക്ക്, അങ്ങനെയാവണം ഇങ്ങനെയാവണം, ഒരു വീട് അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം, നമ്മൾ അങ്ങനെ, ഈ സങ്കല്പങ്ങളെല്ലാം നമ്മളുടെ സങ്കല്പങ്ങൾക്കനുസരിച്ചല്ല നമ്മുടെ ജീവിതം പോകുന്നത്. വിധാതാവായിരിക്കുന്ന ഈശ്വരൻ നമ്മളിൽ എന്താണോ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത്, അദ്ദേഹം വരച്ചിട്ട വരകളിലൂടെ അല്ലാതെ ഒരിക്കലും നമുക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും സാധിക്കില്ല. ആ വര നിർണയിക്കുന്നത് ആരാണ്? നമ്മളാണ്. എങ്ങനെയെന്നല്ലേ? നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലങ്ങൾ. നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ചെയ്തതിന്റെ ഫലങ്ങൾ ഭഗവാൻ നിർണയിക്കുന്നു. അതെ, ഉണ്ണികൃഷ്ണൻ പ്രഭു പറഞ്ഞ കറക്റ്റാണ്. അങ്ങനെ ഇരുന്നിട്ട് ശരീരത്തിന്റെ ഓരോരോ ഭാഗത്തേക്ക് നമ്മൾ ശ്വാസം കേന്ദ്രം, അതൊക്കെ യോഗയുടെ ഇങ്ങനെയുള്ള ധ്യാനത്തിന്റെ അടുത്ത ഘട്ടങ്ങളാണ്. നമുക്ക് പെട്ടെന്നൊന്നും സ്റ്റാർട്ടിങ്ങിലൊന്നും അത് ചെയ്യാൻ കഴിയില്ല. ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് ആ ബുക്ക് ഞാൻ ക്ലാസ് എടുത്തരാം, അപ്പം മനസ്സിലാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളുടെ ഫലം അത് ഭഗവാൻ അങ്ങ് നിശ്ചയിക്കും. എന്നിട്ട് ഭഗവാൻ ഒരു റൂട്ട് അങ്ങ് നമുക്ക് ഇട്ടുതരും. ആ റൂട്ടിലൂടെ നമ്മൾ പോകും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളുടെ സങ്കല്പങ്ങൾക്കനുസരിച്ചല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സങ്കല്പങ്ങളിലൂടെ ഒന്നും നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കേണ്ട. അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളും മോഹം. ഇപ്പോൾ ഒരു അച്ഛനും അമ്മയും ആഗ്രഹിച്ച് മോഹിച്ച് ഒരു പെൺകുട്ടിയെ അങ്ങ് പഠിപ്പിച്ച് വലുതാക്കി അവളെ നല്ല നിലയ്ക്ക് ഇന്ന ആളെ കൊണ്ട് കെട്ടിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ആ പെങ്കൊച്ച് ആരുടെയും കൂടെ ഓടിപ്പോയാൽ തീർന്നു. അതും ഒരു അന്യജാതിക്കാരൻ്റെ കൂടെയാണെങ്കിൽ പിന്നെ അവിടെ തീർന്നു എല്ലാ പ്രതീക്ഷകളും സങ്കല്പങ്ങളും. അപ്പം ആ സങ്കല്പങ്ങൾ നശിച്ചു പോയി അല്ലെങ്കിൽ തെറ്റിപ്പോയി എന്നതിൻ്റെ പേരിൽ ഒരു ജീവിതം മുഴുവൻ നമ്മളിങ്ങനെ മനസ്സുരുകി നമ്മൾ ശപിച്ച് നമ്മളിൽ തന്നെ ഒരു സമാധാനം ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ഈ ജന്മം അവസാനിപ്പിക്കും. അപ്പം അങ്ങനെയുള്ള സങ്കീർണമായിരിക്കുന്ന ചിന്തകളും സങ്കല്പങ്ങളും ഒന്നും നമ്മൾ എന്ത് ചെയ്യണ്ട? നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണ്ട. വിഷയാഭിലാഷങ്ങളെ എല്ലാം, എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ, എന്തൊക്കെ വിഷയങ്ങളുണ്ടോ, എല്ലാം വിട്ടുകളയാം. അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട. അതെല്ലാം ഉപേക്ഷിച്ചിട്ട് മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ബാഹ്യവിഷയങ്ങളിൽ നിന്ന് വ്യാവർത്തിച്ച് സ്ഥിരമാക്കിയ ബുദ്ധി കൊണ്ട് ചഞ്ചലമായ മനസ്സിനെ അലഞ്ഞു തിരിയാൻ സമ്മതിക്കാതെ ആത്മാവിലെ ഉറപ്പിച്ചു നിർത്തി ധ്യാന സാധനയിൽ വിജയമായി തീരണമെന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ അർജുനനുണ്ടായൊരു സംശയം ഇങ്ങനെ അവതരിപ്പിച്ചു. എന്താണെന്നറിയോ? മനസ്സുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ
നമ്മുടെ മനസ്സുകൊണ്ടാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത്, അല്ലേ? നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. എനിക്ക് നല്ല ഭക്ഷണം കഴിക്കണമെന്ന് എൻ്റെ കൈയല്ല തീരുമാനിക്കുന്നത്, എൻ്റെ മനസ്സാണ് തീരുമാനിക്കുന്നത്. കൈ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഞാൻ കഴിക്കുന്ന ഫുഡിൻ്റെ ഒരംശം എൻ്റെ കൈയിൻ്റെ ശക്തിക്ക് പോകുന്നുണ്ട്. പക്ഷെ എൻ്റെ കൈകളല്ല ഒന്നും തീരുമാനിക്കുന്നത്. പിന്നെന്താ തീരുമാനിക്കുന്നത്? ആരാ തീരുമാനിക്കുന്നത്? മനസ്സാണ് തീരുമാനിക്കുന്നത്, അല്ലേ? അപ്പം മനസ്സ്, അതായത് നമ്മുടെ ശരീരം ഏത് ഡയറക്ഷനിൽ പോകണം, നമ്മൾ എങ്ങോട്ടിരിക്കണം, എന്ത് ചെയ്യണം, എവിടെ കിടക്കണം, എവിടെ നിൽക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ ശരീരഭാഗങ്ങളല്ല. അപ്പോൾ നമ്മുടെ കൈകളോ നമ്മുടെ കണ്ണുകളോ നമ്മുടെ കാതോ നമ്മുടെ ചെവിയോ നമ്മുടെ വാക്കോ നമ്മുടെ പ്രവൃത്തിയോ നമ്മുടെ നാവോ ഇതൊന്നും നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരമല്ല, ഇന്ദ്രിയങ്ങളല്ല, മനസ്സാണ്. അപ്പൊ ഭഗവാൻ പറയുന്നു, മനസ്സുകൊണ്ട് നീ നിന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കൂ എന്ന്. മനസ്സിലായില്ലേ? മനസ്സുകൊണ്ട് നീ നിന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് വേണ്ടാത്ത തരത്തിലുള്ള കുറെ കാര്യങ്ങളിൽ നിന്ന് നീ പുറത്തു വന്നിട്ട്, ഒരുപാട് ഡ്രസ്സ് വാങ്ങണം, പുതിയ വീട് വെക്കണം, കുറെ കാർ മേടിക്കണം, കുറെ അത് ചെയ്യണം, കുറെ ഇത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നീ പുറത്തു വന്നിട്ട് സ്ഥിരമാക്കിയ ബുദ്ധി കൊണ്ട്, ഒരു സ്ഥിരത വേണം നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ മനസ്സിനെ, നമ്മുടെ വാക്കിനെ, നമ്മുടെ പ്രവൃത്തിയെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ബോധത്തെ നമ്മൾ ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്തണം. ഞാൻ കാണുന്ന ഏറ്റവും വലിയ പെർഫെക്റ്റ് അത് ഭഗവാനാണ്. അദ്ദേഹം അറിയാതെ ഒന്നും നടക്കുന്നില്ല, അദ്ദേഹം കാണാതെ ഒന്നും സംഭവിക്കില്ല, അദ്ദേഹം തന്നെയാണ് എല്ലാം. അങ്ങനെ നമ്മുടെ മഹാഭാരതം, അങ്ങനെ നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യണം? നമ്മൾ ഇന്ദ്രിയങ്ങളിൽ നിന്നെല്ലാം മോചിപ്പിച്ച് ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്തണം. മറ്റ് വിഷയങ്ങളെല്ലാം നമ്മൾ അങ്ങ് ഒഴിവാക്കണം. എന്നിട്ടോ ബുദ്ധി കൊണ്ട് ചഞ്ചലമായിരിക്കുന്ന മനസ്സിനെ, നമ്മുടെ മനസ്സിങ്ങനെ സഞ്ചരിക്കും ഓരോ സെക്കൻഡും, അല്ലേ? അവിടെ ചിന്തിച്ച് ഇവിടെ ചിന്തിച്ച് അത് നോക്കി ഇത് നോക്കി. ഇപ്പൊ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലരും ഇങ്ങനെ മൊബൈലും പിടിച്ചിട്ട് അവിടെ നോക്കുന്നുണ്ട്, ഇവിടെ നോക്കുന്നുണ്ട്, കൈകൊണ്ട് അങ്ങനെ കാണിക്കും, കുറെ ഒച്ച എടുക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സ് പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. അവിടെ എന്ത് സംഭവിക്കുന്നു, ഇവിടെ എന്ത് സംഭവിക്കുന്നു, കുട്ടി ഫ്രിഡ്ജ് തുറന്നോ, ചേട്ടൻ ചോറ് തിന്നോ, അല്ലെങ്കിൽ TV-യിൽ എന്ത് പറയുന്നു, ഓ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തേ മഴയാണ് അവിടെ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാർ ഈ ലൈവിലുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് ക്ലാസ് കാണുകയാണെങ്കിൽ ക്ലാസ്സിൽ, എഴുതുകയാണെങ്കിൽ എഴുത്തിൽ, മനസ്സിനെ നമ്മൾ ഏകാഗ്രതയോടുകൂടി ഇരുത്തുക. മനസ്സിനിങ്ങനെ അലഞ്ഞു തിരിയാൻ വിടാതിരിക്കുക. മനസ്സിലായില്ലേ? ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ മനസ്സിനെ പുറത്തു കൊണ്ടുവന്നിട്ട് ഭഗവാനിൽ അടിയുറപ്പിച്ച് നിർത്തിയിട്ട്, അതായത് ഇവിടെ ഭഗവാനിൽ അടിയുറപ്പിച്ച് നിർത്തുക എന്നല്ല പറയുന്നത്, പക്ഷെ ഞാൻ പറയുന്നു ഭഗവാനിൽ അടിയുറപ്പിച്ച് നിർത്തിയിട്ട്, അതായത് നമ്മുടെ ആത്മാവിൽ ഉറപ്പിച്ച് നിർത്തിയിട്ട് നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ എല്ലാ ചിന്തകളിൽ നിന്ന് നമ്മൾ പുറത്തു കൊണ്ടുവന്നിട്ട് നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കി വെച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ആരായിത്തീരും? ഒരു വിജയിയായിത്തീരും. ജീവിതമാകുന്ന ദുരിതത്തിൽ നിന്ന്, സംസാര സാഗരത്തിൽ നിന്ന് നമുക്ക് കര കയറാൻ സാധിക്കും. നമ്മൾ ജീവിതത്തെ നമ്മൾ തോൽപ്പിക്കും, നമ്മൾ ജയിക്കും. ജീവിതമാണല്ലോ നമുക്ക് ഏറ്റവും വലിയ പരീക്ഷണം, അല്ലേ? മരിക്കാൻ എളുപ്പമാണ്, ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. സത്യമാണ് ഞാൻ പറയുന്നത്. മരിക്കാൻ ഒരു സെക്കൻഡ് മതി, ജീവിക്കാൻ കോടിക്കണക്കിന് സെക്കൻഡ്സ് വേണം. ജീവിക്കാനാണ് പ്രയാസം, മരിക്കാനല്ല. ആലോചിച്ച് നോക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ജീവിക്കുകയാണ് ചെയ്യേണ്ടത്, മരിക്കല്ല ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് ആത്മാവിൽ അങ്ങ് ഉറപ്പിച്ച് നിർത്തിയിട്ട് ധ്യാന സാധനയിൽ നമ്മൾ വിജയിക്കണം. ഈ ഒരു ധ്യാനം ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ജയിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ഭഗവാൻ പറഞ്ഞു അർജുനനോട്, നീ ഇങ്ങനെയാണ് അർജുന ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പം അർജുനൻ ആകെപ്പാടെ ഒരു സംശയം, എന്താ ഇപ്പം ഈ ഭഗവാൻ പറയുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പം അർജുനൻ ചോദിക്കുകയാണ്, ഭഗവാനെ അങ്ങ് പറയുന്ന ഈ സംഭവം സാധിക്കുമോ? അങ്ങ് ഇപ്പം പറഞ്ഞ കാര്യം നടക്കുമോ? നടപടിയാവുന്ന കേസാണോ? നടക്കുന്ന കാര്യമാണോ ഭഗവാനെ? സദാ ചഞ്ചലവും രാഗദ്വേഷാദികളെ കൊണ്ട് ഇന്ദ്രിയങ്ങളെ മതിക്കുന്നതുമായ മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് വിടുവിച്ചിട്ട് സ്ഥിരമാക്കി നിർത്തുക എന്ന് പറയുമ്പോൾ നടക്കുന്ന കാര്യമാണോ? നമ്മുടെ മനസ്സിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, നാളെ എന്തൊക്കെ ചെയ്യാനുണ്ട്, നമ്മളോട് ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലേ? ദുര്യോധനാദികൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, അതാണ് അർജുനൻ ചോദിക്കുന്നത്. അപ്പൊ അവരോടൊക്കെ യുദ്ധം ചെയ്യണ്ടേ? പാഞ്ചാലി അപമാനിക്കപ്പെട്ടിട്ടില്ലേ? ഇതിനൊക്കെ നമ്മൾ ഉത്തരം കൊടുക്കണ്ടേ? യുദ്ധം ചെയ്യണ്ടേ? യുദ്ധമുറകൾ, അവരെ ഭാഗത്ത് ആരൊക്കെ ഉണ്ട് നമ്മൾ ചിന്തിക്കണ്ടേ? ഇങ്ങനെ പല കാര്യങ്ങൾ എൻ്റെ തലയിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ വന്നിട്ട് എൻ്റെ മനസ്സിനെ ഞാൻ എങ്ങനെയാണ് ഏകാഗ്രമാക്കി നിർത്തുന്നത് ഭഗവാനെ? ആ സാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഭഗവാനെ. അർജുനൻ പറയാണ്,
കാറ്റിനെ പിടിച്ചു കെട്ടുന്നത് പോലെയാണത്. നമുക്ക് ഈ കാറ്റിനെ നമുക്ക് പിടിച്ചു കെട്ടാൻ കഴിയില്ല. അതുപോലെയാണ് ഇപ്പം മനസ്സിൻ്റെ ചിന്തകളെ. എൻ്റെ മനസ്സ് മുഴുവൻ ആകെ ടെൻഷനാണ് ഭഗവാനെ, അങ്ങേക്ക് മനസ്സിലാവുന്നില്ലേ? ഈ ഞങ്ങൾ ഒരു തെറ്റും ചെയ്യാണ്ടാണ് ഞങ്ങളെ ഈ 13 വർഷം കാട്ടിലേക്ക് വിട്ടിരിക്കുന്നത്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഞങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ യുദ്ധം ചെയ്യണം, ദുര്യോധനാദികൾ എന്തൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന, ഭീഷ്മരും ദ്രോണരൊക്കെ അവിടെ ഉണ്ട്, കർണനും ഉണ്ട്, ആകെപ്പാടെ പ്രശ്നമാണ് കൃഷ്ണ. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ മറന്നിട്ട് മനസ്സിനെ ഏകാഗ്രമാക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമെന്ന് അറിയില്ല ഭഗവാനെ. കാറ്റിനെ പിടിച്ച് കെട്ടുന്ന ഒരവസ്ഥയായിപ്പോയി ഇത്. അർജുനൻ പറയണം, നമ്മുടെ ജീവിതം ഇതുപോലെ തന്നെ അല്ലേ? മനസ്സ് നമുക്ക് ഏകാഗ്രമാക്കി കിട്ടില്ല, അതുകൊണ്ട് നമുക്ക് വിഷയസുഖങ്ങൾ അനുഭവിക്കാൻ കഴിയില്ല. നമ്മളൊരു വിഷയസുഖങ്ങളും അനുഭവിക്കുന്നില്ല. നമ്മളുടെ തോന്നലുകളാണ് നമ്മളെ ജീവിതത്തെ ജയിച്ചു, നമ്മൾ അത് നേടി, ഇത് നേടി, മറ്റേത് നേടി, നമ്മൾ വീട് വെച്ചു, കാറ് വാങ്ങി, കുട്ടി ഉണ്ടാക്കി, കുട്ടീനെ നല്ല രീതിയിൽ എത്തിച്ചു, കെട്ടിച്ചു വിട്ടു. ഇതൊക്കെ നമ്മുടെ തോന്നലുകളാണ്. നമ്മൾ ജയിച്ചിട്ടില്ല, നമ്മൾ ജയിച്ചിട്ടേയില്ല. കാരണം നമ്മൾ ജയിച്ചിരിക്കുന്ന എല്ലാം ഭൗതികമായ കാര്യങ്ങളിലാണ്. നമ്മൾ വിജയിക്കേണ്ടത് ആത്മീയമായ കാര്യത്തിലാണ് വിജയിക്കേണ്ടത് അല്ലേ? ആത്മീയ പുരോഗതിയിലാണ് നമ്മൾ വിജയിക്കേണ്ടത്. അത് മനസ്സിലാക്കണം. ഭഗവാൻ പാർത്ഥന്റെ സംശയത്തെ അനുവദിച്ചുകൊണ്ട് പറഞ്ഞു. ഭഗവാൻ അപ്പം എന്ത് ചെയ്തു? അർജുനന്റെ സംശയം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ പറഞ്ഞു, മഹാബാഹുവായിരിക്കുന്ന അർജുന, നീ പറയുന്നത് ശരിയാണ്. മനസ്സ് ചഞ്ചലവും ദുർനിഗ്രഹവുമാക്കുന്നു. നീ പറഞ്ഞത് ശരിയാ, നിന്റെ മനസ്സ് ചഞ്ചലമാണ്. മനസ്സിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും, എവിടെയും നിനക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ദുർനിഗ്രഹവുമാകുന്നു. എന്താ ചെയ്യുക? എങ്കിലും നിന്റെ നിരന്തരമായിരിക്കുന്ന അഭ്യാസം കൊണ്ട്, ലൗകിക വിഷയങ്ങളിലുള്ള വൈരാഗ്യം കൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ കഴിയും. നിന്റെ മനസ്സിപ്പം നീ ഒരു ദിവസം യോഗ ചെയ്യാനിരുന്നാൽ നിന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിനക്ക് പറ്റില്ല. ലൗകികമായ കുറേ വിഷയങ്ങളിൽ നീ പെട്ടുകിടക്കുകയാണ്. നമ്മളും പെട്ടുകിടക്കുകയാണ്. നാളെ ലോൺ അടയ്ക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് പലിശയ്ക്ക് വാങ്ങിയ കാശ് കൊടുക്കണം, വീട്ടിലെ സാധനങ്ങൾ തീർന്നു, ഫ്രിഡ്ജ് കേടായിരിക്കുന്നു, അത് നന്നാക്കണം, ബാങ്കിൽ പോകണം, ആധാർ കാർഡ് ലിങ്ക് ചെയ്യിപ്പിക്കണം, 100 കാര്യങ്ങൾ, ഹോസ്പിറ്റലിൽ പോകണം, അങ്ങനെ ഇങ്ങനെ പല 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 ലൗകികമായ പല കാര്യങ്ങളിൽ കിടക്കാണ്. ഇതൊന്നും നമുക്ക് ചെയ്യണ്ടെന്നല്ല പറയുന്നത്, ചെയ്യാനുണ്ട്. എങ്കിലും ദിവസേന ഒരു 20 മിനിറ്റ് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എല്ലാം നിയന്ത്രിക്കാൻ സാധിക്കും, യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി ഏതൊരാൾക്കും ശ്രമിക്കാം, ഏതൊരാൾക്കും അതിനുവേണ്ടി ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ച് നമ്മുടെ മനസ്സിനെ അങ്ങ് നിയന്ത്രിക്കണം. മനസ്സിൻ്റെ ഈ ഒരു യാത്ര, എന്താ പറയുക, കടിഞ്ഞാണിടാത്ത ഈ യാത്ര കൊണ്ട് ഒരു യോഗം സാധിക്കില്ല. മനസ്സ് നമ്മൾ നിയന്ത്രിക്കാതെ നമുക്കൊരിക്കലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. മനസ്സിലായില്ലേ? ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ആദ്യം നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കണം. മനസ്സിനെ നിയന്ത്രിച്ചിട്ടില്ലേ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരു വിജയം കിട്ടില്ല. നമ്മുടെ മനസ്സിങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ അലഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് പോകും. അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും, ബോധത്തെ ബാധിക്കും, ചിന്തകളെ ബാധിക്കും. ആകെപ്പാടെ എല്ലാം കൂടെ ഒരു അവിയൽ പരിവാവും ജീവിതം. അങ്ങനെ ആവാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ശാന്തിയും സമാധാനവും അല്ലേ ജീവിതത്തിൽ വേണ്ടത് അല്ലേ? ഒരു ജന്മം മുഴുവൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഓടി നടന്നിട്ട് അവസാനം ഏതെങ്കിലും അമ്പലത്തിൽ പോയിരുന്ന് ഭജന ഇരിക്കാനല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന കാലങ്ങൾ അത്രയും യൗവനം മുഴുവൻ കഷ്ടപ്പെടാനുള്ളതാണോ? അല്ല. സമാധാനം കിട്ടണമെങ്കിൽ അത് യൗവനത്തിൽ കിട്ടണം അല്ലേ? യൗവനത്തിലില്ലാത്ത എന്ത് സമാധാനം തേടിയിട്ടാണ് നമ്മൾ സന്യസിക്കാൻ പോകുന്നത് അല്ലെ ഭജന ഇരിക്കാൻ പോകുന്നത്? യൗവനത്തിലാണ് നമ്മൾ ഈശ്വരൻ്റെതായ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ ആ സമയം വിനിയോഗിക്കേണ്ടത്. അല്ലാതെ യൗവനം മുഴുവൻ കഴിഞ്ഞ് ഒരു യൗവനവും ഒരു ബാല്യവും ഒരു ശൈശവവും എല്ലാം അങ്ങ് ആർമാദിച്ച് തീർത്തിട്ട് അവസാനം എവിടെയെങ്കിലും പോയിട്ട് കാവ്യം കൊടുത്ത് ഒരു മറ്റേ രുദ്രാക്ഷവും ധരിച്ച് നാരായണീയവും വായിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു ഭക്തിയില്ല. അത് ഭക്തി എന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു തരം ഒളിച്ചോട്ടമാണ്. മനസ്സിലായില്ലേ? ആരോഗ്യമുണ്ടാകുമ്പോൾ ദൃഢഗാത്രരായിരിക്കുന്ന സമയത്ത് നമ്മൾ ഈശ്വരന് വേണ്ടി സമയം കണ്ടെത്തണം. അതാണ് വേണ്ടത്. അർജുനൻ ഇതൊക്കെ കേട്ടപ്പോൾ വീണ്ടും ഒരു സംശയം. നമുക്കുണ്ട് ഈ സംശയം. എന്താ അത്? അല്ലയോ ഭഗവാനെ, കുറേ കാലം യോഗമാർഗത്തിൽ സഞ്ചരിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് നമ്മൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും? മര്യാദയുള്ളൊരു സംശയമാണ് അർജുനൻ ചോദിച്ചത്. കുറേ കാലം ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ അത് ചെയ്യാതായി കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ എന്താ? അവൻ ഉഭയത്രോഷ്ടോഭ്രഷ്ടനായി തീർന്ന് മോക്ഷമാർഗത്തിൽ നിലകിട്ടാതെ ചിന്നിച്ചിറിയ മേഘം പോലെ നശിച്ചു പോവില്ലേ? അപ്പൊ ആളുടെ ജീവിതം അങ്ങ് നശിച്ചു പോവില്ലേ? അയാൾ ഇങ്ങനെ എന്താ പറയാ, ചിന്നിച്ചിതറിയ ഒരു മേഘം പോലെ ആവില്ലേ കുറെ കാലം ഇതൊക്കെ ചെയ്ത് പിന്നെ ഇത് ചെയ്യാഞ്ഞാൽ? അപ്പൊ ഭഗവാൻ പറയാണ്, അർജുന, യോഗാഭ്യാസത്തിൽ ശ്രദ്ധ വരിക എന്നുള്ളത് ഒരു ശുഭകാര്യമാണ്. നീ പറയുന്ന പോലെ അല്ല അർജുന. യോഗ ചെയ്യുക,
ആ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ധ്യാനം ചെയ്യുക, ഇതൊക്കെ ഒരു നല്ല കാര്യമാണ്. അത് ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും അവർക്ക് ദുർഗതി വരില്ല. ഇപ്പോൾ നമ്മൾ AC ഇട്ടു, AC ഇട്ടിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ആ തണുപ്പും നമ്മുടെ ബീച്ചിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു തണുപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ രണ്ട് കാറ്റും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? AC റൂമിൽ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീലിങ്ങും ബീച്ചിൽ പോയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീലിങ്ങും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഏതായിരിക്കും ഏറ്റവും സുഖകരമായിരിക്കുന്നത്? ഏറ്റവും രസകരമായിരിക്കുന്ന, ആസ്വാദ്യകരമായിരിക്കുന്ന കാറ്റ് ഏതായിരിക്കും? ഏതായിരിക്കും? ബീച്ച്. കാരണം എന്താണെന്നറിയോ? അത് പ്രകൃത്യാ ഉള്ളതാണ്, അത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമാണ്. ഇത് മാൻമെയ്ഡാണ്, കൃത്രിമമാണിത് അല്ലേ? അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരാളും ഈ ഭൂമിയിൽ ബീച്ചിൽ പോകാൻ ഇഷ്ടപ്പെടാത്തവരില്ല, ആ തണുത്ത കാറ്റ് കൊള്ളാൻ ഇഷ്ടപ്പെടാത്തവരില്ല. AC റൂമിൽ നല്ല കൂളിങ്ങിൽ ഇരുന്നാലും നമ്മുടെ മനസ്സ് ശാന്തമാവില്ല. അതേസമയം ബീച്ചിൽ പോയിരുന്നാൽ നമ്മൾ കുറേ സൈലൻ്റ് ആവും. ഞാനൊക്കെ കോഴിക്കോട് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയല്ല ദിവസം ഒരു 20 മിനിറ്റെങ്കിലും ബീച്ചിൽ ഇങ്ങനെ കടലും കണ്ടിരിക്കും. എന്ത് സുഖമാണെന്നറിയാം, അവിടെ ഇരുന്ന് ഞാൻ ജപിക്കും. ഭയങ്കര സുഖമാണ്. മൊബൈൽ കൊണ്ടുപോയില്ല, മൊബൈൽ വീട്ടിൽ വെച്ചിട്ട് പോകും. ചൂടുണ്ടോ അമ്മേ? ഇല്ല. നമ്മളിങ്ങനെ അവിടെ ഭയങ്കര സുഖമാണത്. അതെന്തുകൊണ്ടാണ്? അത് നാച്ചുറലാണ്. അപ്പം ഇവിടെ യോഗ അല്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറലായ ഒരു കാര്യമാണ്, സമാധാനം തരുന്ന കാര്യമാണ്. ബീച്ചിൽ പോകാൻ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല, അവിടുത്തെ കാറ്റ് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. അതുപോലെ വൺസ് ഇത് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഫീലിംഗ് അത് അനുഭവിക്കാൻ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. അതൊരു ശുഭകാര്യമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. ശുഭകാര്യത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നാശം വരില്ല, ദുർഗതി ഉണ്ടാവില്ല. ഇഹത്തിലും പരത്തിലും അവന് നാശം ഉണ്ടാവില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിക്ക് ഇവിടെയും നശിക്കാൻ പറ്റത്തില്ല, ഭഗവാന്റെ ലോകത്തും നാശം ഉണ്ടാവില്ല. പാർത്ഥാനൈവേഹനാമുത്ര വിനാശസ്ത്രസ്യ വിദ്യതേ നഹി കല്യാണകൃത് കശ്ചി ദുർഗതീം താദഗച്ഛതി. അവൻ ഇവിടെയും അവിടെയും നശിക്കില്ല, അവന് നന്മേ വരത്തുള്ളൂ. അടുത്ത ജന്മത്തിൽ ആ വ്യക്തി ധാർമ്മികന്മാരായ ധനികന്മാരുടെ വീടുകളിലോ അങ്ങനെയൊക്കെ ചെയ്ത് സമാധാനത്തോടെ ജീവിച്ച് മനസ്സിനെയൊക്കെ നിയന്ത്രിച്ച് ഭഗവാനിലേക്ക് അടുക്കുന്ന ഒരു വ്യക്തി ഇനിയൊരു ജന്മം അവനുണ്ടെങ്കിൽ നല്ല ധാർമ്മികതയുള്ള വ്യക്തികളുടെ, നല്ല ധർമ്മമുള്ള ആൾക്കാരുടെ, അല്ലെങ്കിൽ നല്ല പണമുള്ള ആൾക്കാരുടെ വീടുകളിലോ, നല്ല യോഗനിഷ്ഠരായിരിക്കുന്ന യോഗയൊക്കെ ചെയ്യുന്ന നല്ല മനസമാധാനമുള്ള നല്ല ആളുകളുടെ വീട്ടിലോ, അല്ലെങ്കിൽ നല്ല അറിവുകളുള്ള വ്യക്തികളുടെ വംശങ്ങളിലൊക്കെ പോയിട്ട് ജനിക്കും. മനസ്സിലായില്ലേ? നല്ല പുണ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒരു ജന്മം കൊണ്ടൊന്നും ഭഗവാന്റെ അടുത്ത് എത്തൂല. കാരണം നമ്മൾ കുറേ തെറ്റുകൾ ഈ ജന്മത്തിൽ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം നല്ല പുണ്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ജന്മം ഉണ്ടെങ്കിൽ അവർ നല്ല കുലത്തിൽ ജനിക്കും, നല്ല ധനികരായ ആൾക്കാരുടെ വീട്ടിൽ ജനിക്കും, നല്ല വംശപാരമ്പര്യമുള്ള ആളുകളുടെ വീട്ടിൽ ജനിക്കും, ഇല്ലേ നല്ല അറിവും നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളുടെ വീട്ടിൽ ജനിക്കും. അങ്ങനെയൊക്കെ ജനിക്കാൻ കഴിയാന്ന് പറഞ്ഞൊരു മഹാഭാഗ്യം തന്നെയാണ് അല്ലേ? അവിടെ മുജ്ജന്മങ്ങളിലെ വാസനകൾ അവരിൽ അങ്കുരിക്കുകയും യോഗസിദ്ധിക്കാനുള്ള പരിശ്രമം തുടരുവാൻ അവർക്ക് സൗകര്യം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അവർ ഒരു ജന്മത്തിൽ ചെയ്ത നന്മയുടെ ഫലമാണ് അടുത്ത ജന്മത്തിൽ അവർ നല്ല കുടുംബത്തിൽ ജനിക്കുന്നത്. അപ്പോൾ വീണ്ടും അവർ ഭഗവാനായിട്ട് കണക്റ്റ് ആവും അല്ലേ? ഇങ്ങനെ യോഗാനുഷ്ഠാനമാക്കുന്ന ശുഭകർമ്മം വാസനാരൂപമായി തീർന്ന് യോഗിയെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാനുള്ള മാർഗത്തിൽ മുന്നോട്ട് നയിക്കുന്നു. അങ്ങനെ ഇങ്ങനെ നല്ല കുടുംബത്തൊക്കെ ജനിച്ച് വീണ്ടും ഈശ്വരനൊക്കെ ധ്യാനിച്ച് അവസാനം കൃത്യമായിട്ട് ആ വ്യക്തിയുടെ ആത്മാവ് ഭഗവാനിലേക്ക് എത്തിച്ചേരും, ഒരു സംശയവും ഇല്ല. അതുകൊണ്ട് പലതരം യോഗങ്ങളുണ്ട്, ഒരുപാട് യോഗങ്ങളുണ്ട്. അവയിലെല്ലാം വെച്ച് ധ്യാനയോഗമാണ് പ്രാധാന്യം. ഒത്തിരി യോഗകളുണ്ട്, പക്ഷെ എല്ലാത്തിലും വെച്ചിട്ട് ധ്യാനത്തിലൂടെയുള്ളൊരു യോഗയാണ് ഞാനിപ്പോൾ കുറച്ച് മുമ്പേ പറഞ്ഞത്. ആ ഒരു ധ്യാനത്തിലൂടെയുള്ള യോഗയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. നമ്മുടെ ബൈബിളിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് ഈശ്വരനെ കാണണമെങ്കിൽ, മീൻസ് നിന്റെ അതായത് ദൈവത്തെ കാണണമെങ്കിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കണമെങ്കിൽ നിന്റെ മുറി അടച്ചിട്ടിരുന്നിട്ട് പിതാവായ നിന്റെ ദൈവത്തോട് അപേക്ഷിക്കുവാൻ യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണ്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അതൊരു തരം ധ്യാനയോഗമാണത്. അദ്ദേഹം പറഞ്ഞത് ഒരു ധ്യാനയോഗമാണ്. നമ്മുടെ ഈ ഒരു ഹൈന്ദവ കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോഴേക്കും അതിനെ ധ്യാനയോഗം എന്ന് പറയും, പക്ഷേ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകുമ്പോൾ അത് പ്രാർത്ഥന എന്ന് പറയും. രണ്ടും ഒന്നാണ്. അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? മനസ്സിനെ നിയന്ത്രിക്കാനാണ് പറഞ്ഞത്. ക്ഷമ
അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ക്ഷമ, മനസ്സിനെ നിയന്ത്രിക്കുക, എല്ലാ വികാര വിചാരങ്ങളിൽ നിന്ന് പുറത്തു വരിക, നല്ല മനസ്സിനെ എല്ലാം നിയന്ത്രിച്ച് നല്ല സമാധാനത്തോടു കൂടി ജീവിക്കുക. ഇതാണ് അദ്ദേഹം പഠിപ്പിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. മനസ്സിലായില്ലേ? ഒരു ഡിസ്റ്റർബൻസ്, മുറിയടച്ചിട്ടിരുന്ന് നിന്റെ പിതാവായ ദൈവത്തോട് ധ്യാനിക്കുക, അപേക്ഷിക്കാൻ പറയുന്നത് എന്താണ്? ഒരു ഏകാഗ്രമായിട്ടിരിക്കുന്ന സ്ഥലത്തിരിക്കാനാണ് ഈ പറയുന്നത്. അത് മലയാള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ ചില വാക്കുകളുടെ വ്യത്യാസം വരുന്നു എന്നേ ഉള്ളൂ. അദ്ദേഹം ഊന്നി പറയുന്ന കാര്യം ഏകാഗ്രതയാണ്. ആ ഏകാഗ്രതയിലൂടെയാണ് സ്നേഹം, ക്ഷമ, ദയ, കാരുണ്യം, സഹനം ഇതൊക്കെ നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഇതൊക്കെ തന്നെയാണ് സാത്വിക മനോഭാവം എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ ആയി കഴിയുമ്പോൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല വ്യക്തിയായി മാറി നമ്മൾ ഭഗവാനിലേക്ക് തന്നെ നമ്മൾ ചേരുകയാണ്. അതുകൊണ്ട് ഒരുപാട് യോഗകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ധ്യാനയോഗത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. തീർച്ചയായിട്ടും ധ്യാനത്തിലിരുന്ന ഒരു വലിയ സുഖമാണ് നമുക്ക് ലഭിക്കുക. നീ ആ ധ്യാന യോഗത്തെ ആശ്രയിച്ച് നിന്റെ ജീവിതത്തെ ധന്യമാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഭഗവാൻ അർജുനനോട് പറയാണ്, നീ ഇപ്പം അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷനൊക്കെ മാറും, നീ ആ ധ്യാന യോഗത്തിലിരിക്കുക. ആ ധ്യാന യോഗത്തിലിരുന്ന് കഴിയുമ്പോൾ നിന്റെ ജീവിതം തന്നെ ധന്യമായി തീരും. നിന്റെ ജീവിതം ധന്യമായി തീരും, സമാധാനമായി തീരും. കർമ്മയോഗവും കാര്യക്ഷമമായി അനുഷ്ഠിക്കണമെങ്കിൽ ഈ ധ്യാന സാധന ആവശ്യമാണ്. നമ്മുടെ കർമ്മയോഗം, നമ്മുടെ പ്രവൃത്തികൾ, ഇതുമൊക്കെ നമ്മൾ സമാധാനമായിട്ട് ചെയ്യണമെങ്കിൽ ഈ ധ്യാനം ആവശ്യമാണ്. അതാണ് പറയുന്നത്. ഇതുമൊക്കെ നമ്മൾ സമാധാനമായിട്ട് നമ്മുടെ ജീവിതം കൊണ്ടുപോകണമെങ്കിൽ ധ്യാനിക്കണം നമ്മൾ. അങ്ങനെ ആ അധ്യായം കഴിഞ്ഞു കേട്ടോ. ബോറടിച്ചില്ലല്ലോ? ഇനി ജ്ഞാനവിജ്ഞാന യോഗം എന്നാണ് പറയുന്നത്. എന്താണ് ഈ ജ്ഞാനവിജ്ഞാന യോഗം? ബോറടിക്കുകയാണെങ്കിൽ നിർത്തിത്തരാം, കുഴപ്പമില്ല. നിർത്തണോ അതോ ഇതും കൂടി എടുത്താൽ മതിയോ? ഇല്ല, ഓക്കെ. ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടി പരമാത്മാവിൽ മനസ്സുറപ്പിച്ച് ധ്യാനയോഗം പരിശീലിക്കുന്നവൻ എല്ലാ യോഗങ്ങളിലും വെച്ച് ശ്രേഷ്ഠതമൻ എന്ന് പറഞ്ഞ് യോഗിയായി തീരുവാൻ അർജുനനെ ഉപദേശിച്ച ഭഗവാൻ പരമാത്മാവിന്റെ സ്വരൂപവും ധ്യാനക്രമവും അർജുനന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി വീണ്ടും വീണ്ടും ഉപദേശിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ നല്ല ശ്രദ്ധയോടുകൂടി, നല്ല വിശ്വാസത്തോടുകൂടി ഭഗവാനിൽ തന്നെ നമ്മൾ നമ്മുടെ മനസ്സങ്ങോട്ട് ഉറപ്പിച്ചിട്ട് നല്ല ഏകാഗ്രതയോടുകൂടി എല്ലാ യോഗകളിലും വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഞാൻ ഇപ്പം പറഞ്ഞ ധ്യാന യോഗം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നല്ല യോഗിയായി തീരാൻ സാധിക്കും. യോഗിയാവുന്നത് എപ്പോഴാണ്? ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴാണോ? അല്ല, സമസ്തവും നമ്മുടെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് എല്ലാത്തിൽ നിന്നും നമ്മൾ പുറത്തു വരുമ്പോഴാണ് നമ്മളൊരു യോഗിയായി മാറുന്നത്, അല്ലേ? അങ്ങനെയുള്ളൊരു വ്യക്തിയായി മാറണമെന്നാണ് ഭഗവാൻ ഇവിടെ അർജുനനെ ഉപദേശിക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ സ്വരൂപവും ഭഗവാന്റെ ധ്യാനക്രമവും ഒക്കെ അർജുനന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി, ഭഗവാന്റെ ആ സ്വരൂപം എന്താണ്, ഭഗവാന്റെ ആ ധ്യാനക്രമം എന്താണ്, ഇതൊക്കെ അർജുനനൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഭഗവാൻ വീണ്ടും 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 പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുത്തത്? അല്ലയോ പരാക്രമശാലിയായിരിക്കുന്ന പാർത്ഥ, നീ പരാക്രമശാലിയായിരിക്കുന്ന പാർത്ഥനാണ്. അല്ലയോ പാർത്ഥ, എനിക്ക് 2 പ്രകൃതികളുണ്ടെന്ന് നീ തിരിച്ചറിയണം. കൃഷ്ണൻ പറയാണ്, 2 പ്രകൃതികളുണ്ട് എനിക്ക്. എന്താണ്? പരപ്രകൃതി, അപരപ്രകൃതി. പരപ്രകൃതിയും അപരപ്രകൃതിയും. പഞ്ചഭൂതങ്ങളുടെ മൂലഭൂതമായിരിക്കുന്ന പഞ്ചതന്മാത്രകളും അഹങ്കാരവും മഹത്വത്വവും അവ്യക്തവും അടങ്ങിയ മായാശക്തി തന്നെയാണ് എൻ്റെ അപരപ്രകൃതി. അതായത് മായാശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ചുറ്റിലുള്ളത് മായയാണ്, അല്ലേ? ഇത് നശ്വരമാണ്, എല്ലാം തീരും, ശാശ്വതമല്ല. അപ്പൊ ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഈ മായ വന്നിരിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഈ മായയാണ് എന്തെന്ന്? അപരപ്രകൃതി എന്ന് പറയുന്നത്. ആ അപരപ്രകൃതി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. അപ്പൊ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നശിക്കാനുള്ളതാണ്. പഞ്ചഭൂതങ്ങളെ കൊണ്ട് അതിൻ്റെ മൂലഭൂതം, പഞ്ചഭൂതങ്ങളുടെ മൂലഭൂതമാണ് തന്മാത്രകൾ. നമ്മൾ പഠിച്ചിട്ടില്ലേ? എലമെന്റ്സ്, കെമിസ്ട്രിയിൽ പഠിച്ചിട്ടില്ലേ? എലമെന്റ്സ്, തന്മാത്രകൾ. അപ്പോൾ ഈ തന്മാത്രകൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെ? പലതരം തന്മാത്രകളാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരം. ആ ശരീരത്തിൽ നമുക്ക് എന്തുണ്ട്? അഹങ്കാരമുണ്ട്. അതുപോലെ തന്നെ മഹത്വവും അവ്യക്തതയും ഉണ്ട്. ഒരു കംപ്ലീറ്റ് നമുക്കെല്ലാം കൃത്യമായിട്ട് അറിയോ? ഇല്ല.
ഇതൊക്കെ അടങ്ങിയത് ഒരു മായാശക്തിയിലാണ്. ആ ഒരു ഒന്നും വ്യക്തമല്ലാത്ത ഒരു അഹങ്കാരം എന്ന മനോഭാവം, നശിച്ചു പോകുന്ന നമ്മുടെ ശരീരം, ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്ന മൂലകങ്ങൾ, ഈ മൂലകങ്ങളെല്ലാം എവിടെ നിന്ന് വന്നു? ഈ ഭൂമിയിൽ നിന്ന് വന്നു. ഭൂമിയിൽ എന്താണുള്ളത്? പഞ്ചഭൂതങ്ങളാണുള്ളത് അല്ലെ. പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ഈ മൂലകങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആ മൂലകങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇതാ ഈ ശരീരത്തിൽ എന്തുണ്ട്? അഹങ്കാരമുണ്ട് അല്ലെ. അഹങ്കാരമുണ്ട്, അവ്യക്തമായ കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നശിച്ചു പോകും, ഇതൊന്നും നിലനിൽക്കില്ല. അതുകൊണ്ട് ഇതിനെയാണ് ഭഗവാന്റെ അപരപ്രകൃതി എന്ന് പറയുന്നത്. ക്ലിയർ? മനസ്സിലായോ? ഇതാണ് ഭഗവാന്റെ അപരപ്രകൃതി എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉദ്ഭവം. തന്മാത്രകളാൽ എന്താണ്? തന്മാത്രകളാൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്ത്? ഈ ഭൗതിക പ്രപഞ്ചം അല്ലെ. ജഡരൂപമായിരിക്കുന്ന അപരപ്രകൃതിയെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ജീവനാണ് എൻ്റെ പരപ്രകൃതി. അതായത് ഇതെല്ലാം ജഡമാണ്, നമ്മുടെ ചുറ്റിനും കാണുന്നെല്ലാം ജഡമാണ്. ഇതൊന്നും നിലനിൽക്കില്ല, നാശമുള്ളതാണ് അല്ലെ. അനശ്വരമെല്ലാം നശ്വരമാണ്. നമ്മുടെ ചുറ്റിൽ കാണുന്ന കംപ്ലീറ്റും നശ്വരമാണ്. അപ്പൊ ഈ നശ്വരമായിരിക്കുന്ന എല്ലാത്തിനെയും, ഈ പ്രകൃതിയെ വരെ നിലനിർത്തുന്നത് ആരാണ്? ഭഗവാനാണ്. അതാണ് ഭഗവാന്റെ പരപ്രകൃതി എന്ന് പറയുന്നത്. ആ നിലനിർത്തുന്നത് ഭഗവാനാണ്. ആ ഭഗവാനെയാണ് പരപ്രകൃതി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഭഗവാനിൽ നിന്ന് വന്നിരിക്കുന്ന മായയാണ് ഈ ലോകം. ആ മായയായിരിക്കുന്ന ലോകം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന എന്താണ്? പഞ്ചതന്മാത്രകൾ കൊണ്ടാണ്. ആ പഞ്ചതന്മാത്രകൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന ശരീരത്തിന്റെ ഉള്ളിൽ അഹങ്കാരം എന്ന് പറയുന്ന വസ്തുവുണ്ട്. ഇതെല്ലാം നശ്വരമാണ്. ഈ നശ്വരമായിരിക്കുന്ന ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? അപരപ്രകൃതി, നിലനിൽക്കാത്തത്, ജഡരൂപം എന്ന് പറയുന്നത്. ഈ അപരപ്രകൃതിയായിരിക്കുന്ന ജഡരൂപത്തെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. ആ ഭഗവാനാണ് പരപ്രകൃതി എന്നെന്നും നിലനിൽക്കുന്നത്. ക്ലിയർ? ക്ഷേത്രമെന്നും ക്ഷേത്രജ്ഞനെന്നും വ്യവഹരിക്കപ്പെടുന്ന ജഡ ചൈതന്യ രൂപങ്ങളായിരിക്കുന്ന ഈ പരാപര പ്രകൃതികളാണ് ചരാചര പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉത്പത്തി സ്ഥിതി ലയങ്ങൾക്കും കാരണമായിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ക്ഷേത്രമെന്നും ക്ഷേത്രജ്ഞനെന്നും, അതായത് ഭഗവാനെന്നും ഭഗവാന്റെ സൃഷ്ടികളെന്നും, അതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ക്ഷേത്രമെന്നും ക്ഷേത്രജ്ഞനെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എന്നും ഭഗവാന്റെ സൃഷ്ടികളെന്നും, അതായത് ഭഗവാൻ പരപ്രകൃതി, ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത് അപരപ്രകൃതി, ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നതൊക്കെ നാശമുള്ളതാണ്. അതെല്ലാം പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്ന പഞ്ചതന്മാത്രകളാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ്. അപ്പം ആ ഭഗവാൻ എന്ന് പറയുന്ന ക്ഷേത്രം, ഭഗവാൻ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ക്ഷേത്രജ്ഞങ്ങൾ. ഓക്കേവാ? എന്താണ്? ക്ഷേത്രജ്ഞനെന്നും വ്യവഹരിക്കപ്പെടുന്ന, അതായത് പറയപ്പെടുന്ന ജഡചൈതന്യ രൂപങ്ങളായിരിക്കുന്ന ഈ പരാപര പ്രകൃതികളാണ്. ആ ജഡം, ഈ നശിക്കുന്ന എല്ലാ, ഇപ്പൊ നമ്മളിലെല്ലാം ഒരു ചൈതന്യമുണ്ട് അല്ലെ. നമ്മളെല്ലാം ജഡവസ്തുക്കളാണ്, നശിച്ചു പോകാനുള്ളതാണ്. പക്ഷെ അതിലെല്ലാം ഒരു ചൈതന്യമുണ്ട്. എന്തുകൊണ്ട് ആ ചൈതന്യം വന്നു? നശിച്ചു പോകുന്ന ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു ചൈതന്യം ഫീൽ ചെയ്തു? കാരണം ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നതായിരിക്കുന്ന സമസ്തതിലും ഭഗവാൻ കുടികൊള്ളുന്നുണ്ട്. ഈശ്വരന്റെ ചെറിയൊരു ഇതുണ്ട്. അപ്പം നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലൊക്കെ ഒരു പോസിറ്റീവ് സ്മെല്ല് വരും. കുറേ നേരം ചന്ദനം അരയ്ക്കുന്നിടത്തുമ്പോൾ നമുക്കൊരു ചന്ദനത്തിൻ്റെ മണം വരും. അപ്പം ആ ഒരു ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ ചെറിയ തോതിൽ എല്ലാവരിലുണ്ട്, ഈശ്വരീയ ഗുണങ്ങൾ. അപ്പം ആ ജഡ ചൈതന്യ രൂപങ്ങളായിരിക്കുന്ന ഈ പരാപര പ്രകൃതികളാണ്, ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്ന ഈ പ്രകൃതികളാണ് ചരാചര പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉൽപ്പത്തി സ്ഥിതി ലയങ്ങൾക്കും കാരണമായിരിക്കുന്നത്. അപ്പം നമ്മൾ കാണുന്ന ഈ സമസ്ത കാര്യങ്ങൾക്കും കാരണമായിരിക്കുന്ന ആരാണ്? ഭഗവാനാണ്. അദ്ദേഹത്തെയാണ് പരപ്രകൃതി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്നിൽ നിന്നാണ് എല്ലാം ഉണ്ടായതെന്ന് നീ അറിഞ്ഞുകൊള്ളുക. അപ്പൊ കൃഷ്ണൻ പറയാണ്, ഞാൻ തന്നെയാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. പരാപര പ്രകൃതി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. ക്ഷേത്രം അത് ഞാൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. അതിൽ നിന്ന് വേർപെട്ട് വന്നിരിക്കുന്ന സമസ്തവും അനശ്വരമല്ല, എന്താണ്? നാശമുള്ളതാണ്. ഭഗവാൻ മാത്രമാണ് നശിക്കാത്തത്. അപ്പം ഭഗവാനിൽ നിന്ന് വേർപെട്ട് വന്നിരിക്കുന്ന എല്ലാം ഭഗവാനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് നീ മനസ്സിലാക്കുക, എല്ലാം അദ്ദേഹത്തിൽ തന്നെയാണ്, ഭഗവാനിൽ തന്നെയാണ് കുടികൊള്ളുന്നത്. മാതാജി മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടൂ.
ഞാനല്ലാതെ ഇതിന് യാതൊരു കാരണവുമില്ല. ഭഗവാൻ പറയുന്നു, ഭഗവാനല്ലാതെ ഈ ഒരു സൃഷ്ടികൾക്കൊന്നും ആരും കാരണക്കാരല്ല, ഭഗവാനാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെന്താ പറയുന്നത്, നമ്മളത് മനസ്സിലാക്കണം. നൂലിൽ മണികൾ എന്ന പോലെ എല്ലാം എന്നിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതായത് എല്ലാം ഭഗവാനിൽ ഇങ്ങനെ ഒരു നൂലെടുത്തിട്ട് അതിലിങ്ങനെ മണികൾ ഇങ്ങനെ കോർത്തിട്ടിട്ട് ആ മണികളാണോ ലൈനായിട്ട് നിൽക്കുന്നത്? മണികളുടെ കഴിവല്ല ഇങ്ങനെ ലൈനായി നിൽക്കുന്നത്, പിന്നെ ആ നൂലിൻ്റെ കഴിവാണ്. നൂലിലാണ് എല്ലാം കോർത്തിട്ടിരിക്കുന്നത് അല്ലേ. ആ നൂലങ്ങ് വലിച്ചു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് ചിന്നിച്ചെതറിപ്പോവും. അതേപോലെ ഭഗവാനിലാണ് എല്ലാം കിടക്കുന്നത്. ഭഗവാനാണ് അതിൻ്റെ നട്ടെല്ല്. അദ്ദേഹത്താണ് എല്ലാം കണക്ട് ചെയ്ത് പിടിച്ചിരിക്കുന്നത്. ഓക്കെ, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും സാരാംശം, അടിത്തറ എന്ന് പറയുന്നത് ഭഗവാനാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബിന്ദുമേ ഒരു മിനിറ്റ് കേട്ടോ. ആരാണ്? ലിങ്ക് കിട്ടോന്നോ? വാട്സപ്പിൽ മെസ്സേജ് ഇടാൻ പറഞ്ഞോളേ അമ്മയ്ക്ക്. അപ്പൊ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും സാരാംശം, അടിത്തറ, നട്ടെല്ല് എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനാണ്. സിമ്പിൾ ആയില്ലേ അത്? സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളുടെ പരിണാമങ്ങളാകുന്ന പ്രപഞ്ചഭാവങ്ങളിൽ മോഹിതരാകുന്നത് കൊണ്ട് ജനങ്ങൾ ഈ ഗുണങ്ങൾക്കെല്ലാം അധീനനും സനാതനമായിരിക്കുന്ന എന്നെ അറിയുന്നില്ല. സത്വഗുണം എല്ലാവരിലും ഉണ്ട്, ഇല്ലാണ്ടില്ല. പക്ഷേ ആ സത്വഗുണം നമ്മൾ എവിടെയും ഒരു അംശവും കാണിക്കില്ല പല സമയത്തും. അത് കാണിക്കാതെ വരുമ്പോൾ എന്തുണ്ടാവും? രജോ ഗുണത്തിനും തമോ ഗുണത്തിനും നമ്മൾ അടിമപ്പെടും. അങ്ങനെ അടിമപ്പെട്ട് കഴിഞ്ഞാൽ അതിനൊക്കെ നമുക്ക് മോഹം വരും. പല പല സാധനങ്ങൾ കാണുമ്പോൾ ആഗ്രഹം, അവിടെ പോകണം ഇവിടെ പോകണം, അത്യാഗ്രഹം, അത് വേണം ഇത് വേണം എന്നുള്ള തോന്നലുകൾ, ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ടൊക്കെ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയൊക്കെ എല്ലാവരോടും വഴക്കിടും. ഇന്നതല്ലേ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു വീട്ടിൽ 2 മക്കളുണ്ടെങ്കിൽ അവർക്ക് ഷെയറിന് വേണ്ടിയിട്ടായിരിക്കും അച്ഛനെ അമ്മനെ ആരും നോക്കുന്നുള്ളത് അവരുടെ കൺസേണേ അല്ല. തൊട്ടപ്പുറത്ത് അയൽക്കാരൻ്റെ വീട്ടിലൊന്ന് സ്ഥലം അളക്കുന്നുണ്ടെങ്കിൽ അവിടെ അവനായിരിക്കും സ്ഥലം അളക്കുന്നത്. പക്ഷെ അപ്പുറത്തെ വീട്ടിൽ അളക്കുന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് വലിയൊരു കമ്പും പിടിച്ചുകൊണ്ട് പോയി നിൽക്കും നേരം വെളുത്ത. എങ്ങാനും എൻ്റെ സ്ഥലത്തിൻ്റെ അവിടെ എങ്ങാണ്ട് അവർ ടാപ്പ് പിടിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ അടി പിടി ബഹളം. ഒരു 10 കൊല്ലത്തേക്ക് പിന്നെ അവിടെ അളക്കാൻ പറ്റൂല. പോലീസ് സ്റ്റേഷൻ, കോടതി, കേസ്, വഴക്ക്, വക്കണം, കച്ചേരി, ഒന്നും പറയണ്ട. 4 തലമുറ കഴിഞ്ഞാലും ആ സ്ഥലം അവിടെ അളന്ന് കിട്ടില്ല. അതാണ് അവസ്ഥ. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഷീമക്കൊന്നൻ്റെ ഒരു കമ്പ് അങ്ങോട്ട് നാട്ടി വെക്കും. എന്നിട്ട് അതുവരേക്കും ആ വീട്ടിൻ്റെ മുറ്റത്ത് പോയി ഫ്രീ ആയിട്ട് വർത്താനം പറഞ്ഞു നിന്ന ആൾക്കാരായിരിക്കും പിന്നെ പറയുന്നത് ഈ കമ്പ് കടന്ന് ഇങ്ങോട്ട് വരരുതെന്ന് പറയും. അല്ല, ഇത് കടന്നിട്ട് ഈ ഷീമക്കൊന്നയുടെ മരം, ഈ പത്തലുവടി കടന്നിട്ട് ഇങ്ങോട്ട് വരരുത്, വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാലിന് മുട്ടടിച്ചൊടിക്കുന്നു പറയും. ഉടനെ പറയും എന്നാൽ പിന്നെ ഒന്ന് കാണണമല്ലോ മുട്ടടിച്ചൊടിക്കുന്നത്. പിന്നെ അയാൾ നേരെ പോയി വാക്കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഷീമക്കൊന്നയൊക്കെ അങ്ങ് വെട്ടും. പിന്നെ ഇവിടുന്ന് അടി, അവിടുന്ന് അടി, പൂരടി, അടിയോടടി. പിന്നെ മക്കൾ അങ്ങോട്ട് ഇറങ്ങി അവരും അടി. പിന്നെ പെണ്ണുങ്ങൾ തമ്മിൽ അടി. കേട്ടെന്ന് മരണ്ട് ഉരുണ്ട് പെരണ്ട്. തൊട്ടപ്പുറത്ത് അയൽക്കാരൊന്നും ഇടപെടില്ല. അവരൊക്കെ അയ്യോ അവിടെ എന്താ ഷൂ എന്നും പറഞ്ഞ് നല്ല കാഴ്ച കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കും. നല്ല അന്തസ്സായിട്ട് നോക്കി നിൽക്കും. പിന്നെ അവിടെ ഒരു പോലീസും വണ്ടി വന്ന് നിൽക്കും. പോലീസും വണ്ടി വന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു ഭാഗത്തിൻ്റെ ആൾക്കാർ ഒരു ഭാഗം, മറ്റേ ഭാഗത്തിൻ്റെ ആൾക്കാർ മറ്റേ ഭാഗം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എരികേറ്റി കൊടുക്കാൻ വേറെ കുറച്ച് അയൽവക്കക്കാർ. എല്ലാം കൂടി ഒരു അവിയൽ പരിവാവും. സത്വഗുണം മാറിയിട്ട് ഇപ്പോൾ രജോ ഗുണവും തമോ ഗുണമൊക്കെ ആവും. ആകെപ്പാടെ ബഹളമാവും. ഇതാണ് ഇന്ന് സംഭവിക്കുന്നത് അല്ലേ? പാലക്കാടൻ ഭാഷയോ? അയ്യോ സ്വാമി, ഞാൻ പാലക്കാട്ടുകാരിയല്ല, ഞാൻ കോഴിക്കോട്ടുകാരിയാണ്. പക്ഷെ എനിക്ക് കോഴിക്കോട് സ്ലാങ് കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ശ്രമിക്കാം. ആകെപ്പാടെ ബഹളമായി, ഒരു രക്ഷയില്ല. പിന്നെ അങ്ങോട്ടേക്ക് കൊടുങ്ങല്ലൂരമ്മയുടെ ഭരണിപ്പാട്ട് വരെ കേൾക്കാം. ഇതാണ് സംഭവിക്കുന്നത് അല്ലേ? അപ്പം ഇവിടെ രജോ ഗുണവും ഇല്ല, തമോ ഗുണവും ഇല്ല. കാരണം എന്താണ്? നമ്മുടെ പ്രപഞ്ചമായിരിക്കുന്ന പലവിധ ആഗ്രഹങ്ങളിൽ അങ്ങോട്ട് മോഹിക്കപ്പെടുകയാണ്. അവസാനം എല്ലാം കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? അപ്പുറത്തെ വീട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ അങ്ങനെ തന്നെ കിട്ടണം. അയ്യോ എന്തായിരുന്നു ഞാൻ ആ പത്തലുവടി അവിടെ വെച്ചപ്പോഴേക്കുണ്ട്, എന്തായാലും ചത്തു പണ്ടാരം പോയി നോക്കാം എന്നും പറഞ്ഞ് പോയി നോക്കിയിട്ട് അയ്യോ എന്നും പറഞ്ഞ് അങ്ങ് നോക്കിയിരിക്കും. വല്ലാതെ വിഷമത്തിൽ ഇരുന്ന് പിന്നെ ആ പത്തലുവടിയൊക്കെ ഊരി മാറ്റി. എന്തിന്? നാട്ടുകാരെ കാണിക്കാൻ. ഞങ്ങളെല്ലാ സഹായവും ചെയ്തതാ കേട്ടോ, ഞങ്ങളുടെ മുറ്റത്ത് കൂടിയല്ലേ ചോറും കറിയും കൊണ്ടുപോയത്. ഇതായി അടുത്ത സംസാരം. കസേരയൊക്കെ ഇട്ട് ഇവിടെയല്ലേ എല്ലാവരും ഇരുന്നത്, ഞങ്ങളോട് ചെയ്തതിന് ഇപ്പം അവർക്ക് കിട്ടിയില്ലേ എന്ന് പറയും.
ഇതാണ് സംഭവിക്കുക. ഇതാണ് സംഭവിക്കുന്നത്. പിന്നെ നിശബ്ദമായിട്ട് ആ വീട്ടുകാർ പറയും, മതി, ഒരു മരണം നടന്നു, ഇനി അവരോട് വെറുതെ പ്രശ്നത്തിന് പോകേണ്ട, അവർ ദുർമന്ത്രവാദികളാണ്, ദുർമന്ത്രവാദം ചെയ്ത് നമ്മുടെ ആ വീട്ടിലെ ചേട്ടനെ അങ്ങ് കൊന്നു, ഇനി ഒരു ഇഞ്ച് സ്ഥലം വിട്ടുകൊടുത്താലും കുഴപ്പമില്ല, വേഗം മതിൽ കെട്ടി അങ്ങ് മുട്ടിച്ചു എന്ന് പറയും. ഇതൊക്കെയാണ് ഈ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള രജോ തമോ ഗുണങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കാം, വിട്ടുകൊടുക്കാൻ പഠിക്കാം. കൊണ്ടുപോട്ടെന്ന് നമുക്കെന്തോന്ന്, അതിൻ്റെ പിന്നാലെ പോയിട്ട് എന്ത് പ്രയോജനം, എന്ത് കാര്യം? ആര് വാക്കത്തിയെടുത്ത് വെട്ടാൻ ഇറങ്ങിയോ അവൻ ഇന്ന് മണ്ണിൻ്റെ അടിയിൽ പോയി. അയാളുണ്ടോ ഈ സ്ഥലം ഇളക്കാൻ വന്ന് നിൽക്കുന്നു? അയാളുണ്ടോ വേറെ വല്ലതും ചെയ്യുന്നു? 16 അടി എന്തരവും കഴിഞ്ഞ് മതിലും പൊങ്ങി, തീർന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതവും ആഗ്രഹങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് കൊണ്ട് ഭഗവാനെ അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. എന്തോ ഒരു കഷ്ടമാണെന്ന് നോക്കിക്കേ. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, ഈ നമ്പറിൽ തന്നെ വിളിച്ചുകൊണ്ടിരിക്കും, കട്ട് ചെയ്താലും വിളിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഒരു മിനിറ്റ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മുടെ മനസ്സ് വ്യതിചലിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭഗവാനെ അറിയാൻ കഴിയില്ല. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഓക്കെ, പ്രപഞ്ചഭാവങ്ങളെല്ലാം സത്യമാണെന്ന് തോന്നിപ്പിക്കുന്ന ത്രിഗുണാത്മികമായിരിക്കുന്ന ഈ മായയെ അതിക്രമിക്കുക എളുപ്പമല്ല. ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെ പുറത്തു കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അങ്ങനെ എളുപ്പമാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം യോഗ ചെയ്യണം. അതായത് നേരത്തെ പറഞ്ഞ ധ്യാനയോഗം. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈശ്വരനെ അറിയാൻ സാധിക്കും. ഒരുപാട് അറിയാൻ സാധിക്കും. ഈശ്വരൻ അറിയാൻ സാധിച്ചാൽ എന്താ ലഭിക്കുക? നമുക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ പെട്ടെന്ന് പുറത്തു വരാൻ സാധിക്കും. ഹരേ
ക്ഷമിക്കണം കേട്ടോ, ഒരു എമർജൻസി കോളായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്നൊക്കെ നമ്മൾ പുറത്ത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഭഗവാനെ ശരിക്കും മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല എന്താ പറയുക, നാരായണ, അങ്ങനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് എന്താണ്? യോഗധ്യാനമാണ്. യോഗധ്യാനം ചെയ്തുകൊണ്ട് നമ്മൾ ഈശ്വരനെ അറിയുക. ഓക്കെ, അത് പെട്ടെന്ന് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തപ്പോഴേക്കും ആ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനും കരച്ചിലും, അയ്യോ എന്നെ മഞ്ജരീസിൻ്റെ ഗ്രൂപ്പിൽ കാണാനില്ല, എനിക്ക് ആകെ വിഷമമായി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മോനെ കൊണ്ട് വിളിപ്പിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഒന്നും ടെൻഷനില്ല, നമ്മളിങ്ങനെ മാറ്റുകയാണ്. അല്ല മഞ്ജരീസിൻ്റെ ഒന്നും കാണുന്നില്ല, ഇപ്പോൾ ക്ലാസ് ഒന്നും കാണാൻ പറ്റുന്നില്ല, അമ്മ വിഷമിച്ചിരിക്കുകയാണ് ഇവിടെ, എനിക്കിതൊന്നും അറിയില്ല എന്ന് ആ ചേട്ടൻ പറയുന്നു. ഞാൻ ഒന്നുമില്ല പ്രഭു, ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ യൂട്യൂബിലാണോ ഫേസ്ബുക്കിലാണോ കാണുന്നതെന്ന് പറയൂ, ഇപ്പോഴും ഇതേ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ അതുകൊണ്ടാണ് ആ ഫോണിൽ കോൾ കട്ട് ചെയ്തത്, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, മെസ്സേജ് ഇട്ടാൽ മതി മഞ്ജരീസിലേക്ക് എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ആകെ കൈയും കാലും ഒക്കെ വിറച്ച് ടെൻഷനായിരിക്കുന്നു, മഞ്ജരീസിനെ കാണാനില്ല എന്നും പറഞ്ഞിട്ട്. ഹരേ കൃഷ്ണ. ഞാൻ പറഞ്ഞു മഞ്ജരീസ് ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗുണങ്ങൾക്കെല്ലാം അധീനനാണ് ആര്? ഈശ്വരൻ, ഭഗവാൻ. ആ ഭഗവാനോടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അടുക്കേണ്ടത്. ക്ലിയർ? പ്രപഞ്ചഭാവങ്ങളെല്ലാം സത്യമാണെന്ന് തോന്നിപ്പിക്കുന്ന ത്രിഗുണാത്മികമായിരിക്കുന്ന ഈ മായയെ അതിക്രമിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. നമ്മളെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ മായ, ഈ പ്രപഞ്ചം മുഴുവൻ സത്യമാണ് എന്ന തോന്നൽ, അത് ജയിക്കുക എന്നുള്ള ഒരു ചിന്താഗതി എളുപ്പമേ അല്ല. എന്തൊക്കെ പറഞ്ഞാലും എത്ര പറഞ്ഞാലും എൻ്റെ വീട്, എൻ്റെ നാട്, എൻ്റെ സ്ഥലം, എൻ്റെത് എൻ്റെത് എൻ്റെത്, ഈ തോന്നലിൽ നിന്ന് നമ്മൾ പെട്ടെന്നൊന്നും പുറത്തു വരില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. എല്ലാ വിഷയങ്ങളും വിട്ടിട്ട് ഓക്കെ, ഇതൊക്കെ നമുക്ക് ഭഗവാൻ തന്ന കാരുണ്യം, ഇതിൻ്റെയൊക്കെ മേലെ ഭഗവാനാണ്, ഇതൊക്കെ നിലനിൽക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാരുണ്യം വേണം. സാത്വിക മനോഭാവത്തിൽ ജീവിക്കണം, പ്രതികാര മനോഭാവമൊന്നും ഉണ്ടാവരുത്, ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന വ്യക്തമായ ബോധത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യാം? ജീവിച്ചിട്ട് ഭഗവാന് ശരണം പ്രാപിക്കുകയാണെങ്കിൽ മാത്രമേ മായയെ തരണം ചെയ്യാൻ സാധിക്കൂ. അല്ലാതെ നമുക്ക് മായയെ തരണം ചെയ്യാൻ സാധിക്കില്ല. അതാണ് വാസ്തവം. പാപികളായിരിക്കുന്ന നരാധമന്മാർക്ക് എന്നെ ശരണം പ്രാപിക്കാൻ കഴിയില്ല. അതായത് തെറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ കഴിയില്ല ഭഗവാൻ പറയുന്നു. 4 വിധത്തിലുള്ള ജനങ്ങളാണ് ഭഗവാനെ ഭജിക്കാറ്. ആരാണ് 4 വിധത്തിലുള്ള ജനങ്ങൾ? ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി. എന്തെങ്കിലും ആപത്തിൽപ്പെട്ടിട്ടുള്ള ആർത്തൻ, എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈശ്വര ഭഗവാനെ, ഗുരുവായൂരപ്പ, നാരായണ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ആർത്ത് വിളിക്കും. ഓക്കെ, മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടാൻ പറഞ്ഞോളൂ പ്രഭു. എന്തെങ്കിലും ഒരു ടെൻഷനിൽ, ഒരു ആപത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഭഗവാനെ വിളിക്കുന്നവനെയാണ് എന്തെന്ന് പറയുന്നത്? ആർത്തൻ എന്ന് പറയുന്നത്. ഈശ്വര തത്വം അറിയണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി, ഭഗവാനെ അറിയണം അല്ലെങ്കിൽ ഈശ്വരന്റെ ആ തത്വം അറിയണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയെ പറയുന്ന പേരാണ് എന്ത്? ജിജ്ഞാസു. ആപത്തിൽപ്പെട്ടവൻ ആർത്തൻ, ഈശ്വര തത്വം അറിയണം എന്ന് ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസു. ധനം വേണം എന്ന് ആഗ്രഹിക്കുന്നവൻ എന്താ? അർത്ഥാർത്ഥി. എനിക്ക് പൈസ കിട്ടണം, പൈസ കിട്ടണം, ലോട്ടറി കിട്ടണം, ലോട്ടറി കിട്ടണം, ലോട്ടറി കിട്ടണം എന്ന് വിചാരിക്കുന്നവൻ ആരാണ്? അർത്ഥാർത്ഥി. അങ്ങനെയാണ് പറയാം. ഭഗവാനെ ഭജിക്കുന്നുണ്ടെങ്കിലും എല്ലാവരിലും വെച്ചിട്ട് വലുത് ഭഗവാൻ തന്നെയാണ് എന്ന് അറിയുന്ന വ്യക്തി ആരാണ്? ജ്ഞാനി. 4 തരം ആൾക്കാർ ആരാണ്? ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി. ആർത്തൻ എന്ന് പറഞ്ഞാൽ ആപത്തിൽപ്പെട്ടിട്ട് ഭഗവാനെ വിളിക്കുന്നവൻ. അർത്ഥാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവൻ. ജിജ്ഞാസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര തത്വം അറിയാൻ ആഗ്രഹിക്കുന്നവൻ. എല്ലാത്തിനും മുകളിലാണ് ഈശ്വരൻ എന്ന് പറയുന്ന ആ ബോധത്തോടു കൂടി ജീവിക്കുന്നവൻ ജ്ഞാനി. അങ്ങനെ 4 വിധം കേട്ടോ. സദാ എന്നെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയും എന്ത് ചെയ്യുമ്പോഴും ഭഗവാനേ എന്നുള്ള ചിന്തയോടുകൂടി ചെയ്യുകയും എന്നിൽ നിന്ന് മാത്രം ഭക്തിയോട് കൂടിയവനുമായ ജ്ഞാനി എനിക്ക് ആത്മാവിനെ പോലെ പ്രിയമായിട്ടുള്ളവനാണ്. മനസ്സിലായില്ലേ? അതായത് ഭഗവാൻ തന്നെ മതി എല്ലാത്തിനും. കാരണം ഭഗവാനാണ്, മറ്റൊന്നിലേക്കും ഞാൻ ശ്രദ്ധിക്കില്ല, ഒന്നിലും ഞാൻ പോയി വീണു പോവില്ല, ഒരാഗ്രഹങ്ങളിലും എൻ്റെ ജീവിതം ഞാൻ കെട്ടിയിടില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തി ഭഗവാൻ പറയുന്നു ആത്മാവിനെ പോലെ ഭഗവാന് പ്രിയപ്പെട്ട ഒരാളായിരിക്കുമെന്ന്. കാരണം താൻ ബ്രാഹ്മണനാന്നുള്ള ബോധത്തോടു കൂടിയാണ് അവൻ എന്നെ സമീപിക്കുന്നത്.
ഒരു ബ്രാഹ്മണൻ എപ്പോഴും എന്താണ്? ബ്രഹ്മത്തെ അറിയുന്നവനായിരിക്കും. എല്ലാ തരത്തിലും ഈശ്വരനെ അറിയുന്ന ഒരു വ്യക്തിയാണ് ആര്? ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അപ്പം ആ രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഭഗവാനുമായിട്ട് എളുപ്പം കണക്റ്റ് ആവും. ഇങ്ങനെയുള്ള ജ്ഞാനം നേടി എന്നെ പ്രാപിക്കുവാൻ അനേകം ജന്മങ്ങൾ തന്നെ വേണ്ടി വന്നേക്കാം. നമ്മൾ ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തണമെങ്കിൽ കുറേ ജന്മങ്ങൾ, അതായത് ഇഷ്ടംപോലെ അടി നമുക്ക് ജീവിതം കൊണ്ട് കിട്ടുന്നു. എല്ലാ അർത്ഥത്തിലും എല്ലാ ജന്മങ്ങളിലും ഒരുപാട് അടി കിട്ടിയിട്ടായിരിക്കും നമ്മൾ ഭഗവാനിലേക്ക് എത്തുകയെന്ന്. എല്ലാം പരമാത്മാവാണെന്ന അദ്വൈത ജ്ഞാനമായിരിക്കുന്ന അവസ്ഥയിലെത്തുന്ന ജ്ഞാനഭക്തിമാന്മാർ എല്ലാം വളരെ ദുർബലമാകുന്നു. എല്ലാം ഭഗവാനാണ് എന്നുള്ള തിരിച്ചറിവിലൂടെ ഒരാളുടെ അടുത്തേക്ക് എത്തുന്ന, ഭഗവാനിലേക്ക് എത്തുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. എല്ലാവരും എത്തില്ല. ധർമാർത്ഥ കാമങ്ങളെ ലക്ഷ്യമാക്കി ചിലർ പരമാർത്ഥ ജ്ഞാനമില്ലാത്തവരായി സഗുണമൂർത്തികളെ കൽപ്പിച്ച് ആരാധിക്കുന്നു. ഭഗവാനെ അറിയാതെ, ഈശ്വരനെ അറിയാതെ, പരമാർത്ഥ ജ്ഞാനം എന്തെന്നറിയാതെ ജീവിക്കുന്ന വ്യക്തികൾ എന്താണ്? സഗുണമൂർത്തികളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇതൊക്കെ പല പല മൂർത്തികളിൽ, പല പല ഈശ്വരന്മാരിൽ ഇതെല്ലാം കുടികൊള്ളുന്നുണ്ട്. അവരെ എല്ലാം ആരാധിച്ചിങ്ങനെ പോകും. ഈശ്വരൻ മതി എന്ന് ചിന്തിക്കുന്ന വ്യക്തി കൃഷ്ണനെ ആരാധിച്ചു കൊണ്ടുപോകും. പക്ഷേ ഞാൻ തന്നെയാണ് അവർക്കും ഉപാസനാമൂർത്തികളിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടാക്കി തീർക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ എന്താ പറയുക, വസന്ത വേണു മാതാജിക്ക് ഭയങ്കരമായിട്ട് ദേവിയെ ഇഷ്ടമാണെന്ന് കരുതുക. ദുർഗാദേവി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. ഭദ്രകാളി ദേവി എന്നൊക്കെ പറഞ്ഞാൽ മാതാജിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മേ മഹാമായി എന്ന് കരുതുക, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം മാതാജിയിൽ അങ്ങനെ ഒരു അചഞ്ചലമായ വിശ്വാസം ആരാ ഉണ്ടാക്കി കൊടുക്കണമെന്നറിയോ? ഭഗവാൻ തന്നെയാണ്. അല്ലാതെ ദേവിയല്ല ഉണ്ടാക്കി കൊടുക്കുന്നത്, ഭഗവാൻ തന്നെയാണ് ആ വിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്നത്. അവർക്ക് ഇഷ്ടഫലം, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ പറയും, യോ ഭഗവതി ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും അപ്പം തരും. ഈശ്വര, എൻ്റെ ഭഗവതി തന്നെ എൻ്റെ പ്രാർത്ഥന കേൾക്കാനുള്ളൂ. ഇത് ഭഗവതി അല്ല തരുന്നത്, ഭഗവാനാണ് തരുന്നത്. ആ ഇഷ്ടഫലം ആ ദേവിയിലൂടെ നമുക്ക് തരുന്നതും ആരാണ്? ഭഗവാൻ തന്നെയാണ്. കാരണം ആ മൂർത്തികളെല്ലാം എന്നിൽ കൽപ്പിതമാണ്. കാരണം ഭഗവാനിൽ തന്നെയാണ് ആ മൂർത്തികളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അയ്യപ്പസ്വാമിയും സുബ്രഹ്മണ്യസ്വാമിയും മഹാദേവനും ബ്രഹ്മദേവനും എല്ലാ ദേവീദേവന്മാരും കുടികൊള്ളുന്നത് ഭഗവാനിലാണ്. അതാണ് വിശ്വരൂപം. എന്നാൽ അങ്ങനെ കിട്ടുന്ന ഫലം നശ്വരമാണെന്നും അല്പജ്ഞാനികൾ അറിയുന്നില്ല. അങ്ങനെ നമ്മൾ ടൈം ബീയിങ് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അത് നശ്വരമാണ്, അത് നിലനിൽക്കില്ല, ഒരിക്കലും നിലനിൽക്കില്ല. നിർഗുണമായിരിക്കുന്ന രൂപത്തിൽ പരമാത്മാവിനെ ആരാധിക്കുന്നവർക്ക് മാത്രമേ നിത്യവും നിരതിശയാനന്ദപ്രദവുമായിരിക്കുന്ന ഫലം ലഭിക്കുന്നുള്ളൂ. നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ട് ഗുരുവായൂരപ്പനെ ആരാധിക്കുകയാണെങ്കിൽ എന്നെന്നും നിലനിൽക്കും നമുക്ക് കിട്ടുന്ന അനുഗ്രഹം. എപ്പോഴും നിലനിൽക്കും ആ അനുഗ്രഹം. എൻ്റെ അനശ്വരവും സർവോത്തമവും സർവാധീതവുമായിരിക്കുന്ന പരമഭാവത്തെ അറിയാത്ത ബുദ്ധിഹീനന്മാരാണ് എന്നെ സഗുണമായും സാകാരമായും കൽപ്പിച്ചാരാധിക്കുന്നത്. ഭഗവാനെ എന്താ പറയുന്നത്? സർവാധീതമായിരിക്കുന്ന ഒരാളാണ്, എല്ലാത്തിനും അതീതമായി, എല്ലാത്തിനും മുകളിലാണ് ഭഗവാൻ, എല്ലാത്തിലും വെച്ച് അനശ്വരമാണ് ഭഗവാൻ, എല്ലാം ഭഗവാനാലാണ് നിയന്ത്രിക്കപ്പെടുന്നത് എന്നറിയാത്ത വ്യക്തികളാണ് വേറെ 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 ഓ ഹരേ കൃഷ്ണ വേറെ വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ദീനരായതുകൊണ്ട് മനുഷ്യർക്ക് എന്നെ അറിയാൻ കഴിയും. നമ്മൾ ഈ ഭൗതിക പ്രകൃതിയിൽ ഇങ്ങനെ മായയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഭഗവാനെ അറിയാൻ പറ്റാത്തത്. ലോകസേവാപരമായിരിക്കുന്ന കർമ്മങ്ങൾ നിസ്വാർത്ഥമായി അനുഷ്ഠിച്ച് ചിത്തശുദ്ധി നേടി പുണ്യപാപങ്ങൾക്കും ഇച്ഛാദേശങ്ങൾക്കും അതീതരായി തീരുന്നവർക്ക് മാത്രമേ ദൃഢവ്രതന്മാരായി എന്നെ അന്വേഷിക്കുവാനും അറിയുവാനും കഴിയുകയുള്ളൂ. അതായത് ലോകത്തിന് നല്ല സേവനാപരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിന് നല്ല ശാന്തിയും സമാധാനവും ശുദ്ധിയും കിട്ടുന്ന ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും ഭഗവാനെ അന്വേഷിക്കാനുള്ളൊരു മനസ്സുണ്ടാവും, അല്ലേ? അല്ലാത്തൊരാൾക്ക് ഭഗവാനെ അന്വേഷിക്കാൻ കഴിയില്ല. അവരിങ്ങനെ ലോകത്തിൻ്റെ വീണ്ടും 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 ലോകത്തിൻ്റെതായ കുറേ കാര്യങ്ങളിൽ ഇങ്ങനെ പെട്ടുപോകും. അല്ലയോ അർജുന, യോഗാനുഷ്ഠാനം കൊണ്ട് മനോനിഗ്രഹം നേടിയിട്ട് ഈ യോഗ നീ അനുഷ്ഠിച്ചിട്ട് നിന്റെ മനസ്സിൻ്റെ കുറേ ആഗ്രഹങ്ങളെല്ലാം നിഗ്രഹിച്ചിട്ട് അതിഭൂതം അതിദൈവം അതിയജ്ഞം ഇങ്ങനെ വിവിധമായിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഭഗവാൻ സഞ്ചരിക്കുകയാണ്. അതിഭൂതമായിട്ട് എല്ലാത്തിലും വെച്ചിട്ട് വലുതായിട്ട്, അതിദൈവം എല്ലാ ദൈവങ്ങളിലും വെച്ചിട്ട് മേലെ, അതിയജ്ഞം എല്ലാ യജ്ഞങ്ങളിലും വെച്ചിട്ട് മേലെയുള്ള യജ്ഞം, അങ്ങനെ സർവവും ഭഗവാനാണ്. ഈ ഭഗവാനെ പല 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 രൂപത്തിൽ ഭഗവാൻ സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുന്ന ആ പരമാത്മാവിനെ
സാക്ഷാത്കരിച്ചിട്ടുള്ളവർക്ക് മാത്രം ആ ഭഗവാനെ, ആ പരമാത്മാവിനെ, ആ അഖില കോടി ബ്രഹ്മാണ്ഡ നായകനെ, പരമദിവ്യോത്തമ പുരുഷനെ അറിയാൻ കഴിഞ്ഞ വ്യക്തിക്ക് മാത്രമേ ഏതവസ്ഥയിലും സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റൂ. അല്ലാത്തവരിങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. കുറെ ഇവിടുന്ന് ചാടി അവിടെ, കുറെ അവിടുന്ന് ചാടി ഇവിടെ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഭഗവാനെ അറിയുന്നവർക്ക് മാത്രമേ ഭഗവാനിൽ നിൽക്കാൻ പറ്റൂ, ഒരു സംശയവും. ഇതാണ് നമ്മൾ പഠിക്കേണ്ടിരുന്ന ജ്ഞാനവിജ്ഞാന യോഗം. ക്ലിയർ ആയോ? ബോറടിച്ചോ നിങ്ങൾക്ക്? വെറുതെ വായിച്ചു പോകണമെങ്കിൽ നിങ്ങൾക്ക് ബോറടിച്ച് ചത്തേനെ, അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണിത്. ഇനി പഠിക്കേണ്ടത് ക്ഷരാക്ഷര ബ്രഹ്മയോഗം. നാളെ കേട്ടോ, എന്നല്ല, അയ്യോ എന്നാരും വിചാരിക്കണ്ട, നാളെ ക്ഷരാക്ഷര ബ്രഹ്മയോഗം, നാളത്തെ ക്ലാസ്. പിന്നെ രാജവിദ്യാ രാജഗുഹ്യ യോഗം, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. വിഭൂതി യോഗം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിശ്വരൂപ ദർശനമാണ്, അത് പിന്നീട്. അപ്പോൾ നമുക്ക് നാളെ ക്ഷരാക്ഷര ബ്രഹ്മയോഗം പഠിക്കാം. ഓക്കെ, ഇന്ന് വന്ന എല്ലാ ഭക്തർക്കും നന്ദി, നമസ്കാരം. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഗ്രൂപ്പിലേക്ക് ആഡ് ആവാൻ താല്പര്യമുള്ളവർ ദയവായി എത്രയും പെട്ടെന്ന് മഞ്ജരീസിൻ്റെ 9342494941 എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇടുക. നിങ്ങൾ യൂട്യൂബിലൂടെയാണോ കാണുന്നത്, ഫേസ്ബുക്കിലൂടെയാണോ കാണുന്നത് എന്ന് വ്യക്തമായിട്ട് മെസ്സേജ് ഇടുക. നിങ്ങളുടെ പേരും കൂടെ ടൈപ്പ് ചെയ്തിടുക. ഞാൻ നിങ്ങളെ അതാത് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മാക്സിമം മഞ്ജരീസിൻ്റെ ലൈവ് ഷെയർ ചെയ്യുക. എത്ര കോടി ജനങ്ങളിലേക്ക് നമ്മുടെ മഞ്ജരീസിൻ്റെ ക്ലാസ് എത്തിക്കാൻ പറ്റുമോ അത്ര കോടി ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇത് തന്നെയാണ് ഭഗവാനോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യം. നമ്മുടെ പ്രചരണത്തിന് ശക്തമായി കൂടെ നിൽക്കുക, അത്രേ വേണ്ടൂ. ഓക്കെ, ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ ഭവനപുരേശൻ കി ജയ്. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ.